ഗണേഷ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. 1242 ദിവസത്തെ സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മളുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്നതിനായി അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മളുടെ എല്ലാം പ്രിയങ്കരിയായ ഡോക്ടർ അജിനി ഷംസുദ്ദീൻ ആണ്. ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നതിനും ഡോക്ടർക്ക് അതിനുള്ള കഴിവ് നൽകുന്നതിനും നമുക്ക് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. നമുക്കെല്ലാവർക്കും അറിയാം, അജിനി ഡോക്ടറുടെ ക്ലാസ്സുകൾ എപ്പോഴും നമ്മളുടെ മനസ്സിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് ഡോക്ടർ നമുക്ക് നൽകുന്നത്. ഡോക്ടർ ഹോമിയോ ഡോക്ടർ ആണെങ്കിലും സൈക്കോളജിയിൽ MSc, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേടിയിട്ടുണ്ട്. മൈൻഡ് പവർ ട്രെയിനറാണ്, സക്സസ് കോച്ചാണ്. 20 വർഷത്തെ ചികിത്സാനുഭവങ്ങളുള്ള അജിനി ഡോക്ടർ ഇന്ന് നമ്മളോട് മനസ്സിനെ എങ്ങനെ കീഴടക്കാം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. അതിനുവേണ്ടി ഡോക്ടറെ സന്തോഷപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ഡോക്ടർ മറിയാമ്മ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് മനസ്സിനെ കീഴടക്കാമെന്നല്ല, ദ സക്സസ് അൾട്ടിമേറ്റ് സക്സസ് സീക്രട്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് എടുക്കുന്നത്. നമുക്കൊരു ധനേഷ് ഡോക്ടർ പറഞ്ഞപ്പോ എന്ത് പേരറിയില്ല, എല്ലാത്തിനും മനസ്സിനെ കീഴടക്കാതെ അതേ ഹെഡിങ് തന്നെ അങ്ങനെ പോവാ. ഓക്കെ, എന്നാല് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഷെയർ ആയല്ലോ അല്ലേ? ഇല്ല, ഷെയർ ആയിട്ടില്ല. ഇപ്പൊ കാണുന്നില്ല? ഇല്ല. കാണാലോ അല്ലേ? ഇപ്പൊ ശരിയായി. ഇപ്പൊ ശരിയാക്കി. അപ്പോ ദ അൾട്ടിമേറ്റ് സക്സസ് സീക്രട്ട്, അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ ഇതിനു മുമ്പ് എടുത്ത ക്ലാസ്സുകളിൽ കുറച്ച് പേരൊന്ന് മുഖം കാണിക്കോ? നിങ്ങളുടെ ബ്യൂട്ടിഫുൾ ഫേസസ് കാണാൻ എനിക്ക് ഇഷ്ടമുണ്ട്. എന്താ പറയുന്നത്, മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ എന്ന് പറയുന്നത് പോലെ മുഖങ്ങൾ കാണുമ്പോൾ മാത്രമേ എനിക്ക് കുറച്ച് പറയാനായിട്ട് വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് പറ്റുന്നവരൊന്നും മുഖം കാണിക്കാം. അപ്പോ ഞാൻ നേരത്തെ നമ്മളെ മൈൻഡ് മാസ്റ്ററി എടുത്തപ്പോഴും ഗോൾ സെറ്റിംഗ് എടുത്തപ്പോഴും എൻ്റെ മറ്റ് പല ക്ലാസ്സുകളിലും പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോ വലിയ വ്യത്യാസങ്ങളൊന്നും കാണത്തില്ല. പക്ഷെ എങ്ങനെയാണ് നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളുടെ സീക്രട്ട് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പം അതിൽ ഗോൾ സെറ്റിങ്ങിൻ്റെയും മൈൻഡ് മാസ്റ്ററിയുടെ ഒക്കെ പല കാര്യങ്ങൾ വരും. നമ്മൾ എന്താ പറയുന്നത്, ഒരേ പാട്ട് തന്നെ ഒരേ അർത്ഥമുള്ള സാധനങ്ങൾ തന്നെ പല പാട്ടായിട്ട് വരും എന്ന് പറഞ്ഞാൽ, ഇപ്പം സൂര്യാംശോരോ വയൽ പൂവിലും വൈരം പതിക്കുന്നു എന്ന് പാടിയാലും എന്തോ ഒരു വേർപാട്, പുൽവെളി തന്നിൽ പനിത്തുളി ഒന്ന് തൂങ്കത് പാരമ്മാ, ആ പാട്ടും നേരിയ മഞ്ഞിന്റെ ചുംബനം കൊണ്ടൊരു പൂവിൻ കവിൾ തൊടുത്തു എന്ന് ഈ 3 പാട്ടും തമ്മിൽ എന്താ സാമ്യം ഡോക്ടറെ, മറിയാമ്മ ഡോക്ടറെ? നമുക്ക് ഇന്ന് അന്താക്ഷരി കളിക്കാം. ഇത് ആരെങ്കിലും പറഞ്ഞോ? ആർക്കെങ്കിലും പറയാമെങ്കിൽ പറയാ, ഈ 3 പാട്ടിന് എന്താണ് സാമ്യം? അതിനെ നമ്മുടെ ഫംഗ്ഷനൊക്കെ അജിനെ പാടാതിരുന്നേ. ഞാനും ഓർത്തായിരിക്കുന്നല്ലോ. താങ്ക് യു സർ, താങ്ക് യു. ഈ 3 പാട്ടിന്റെ ഒരു സാമ്യം പറഞ്ഞേ ആരെങ്കിലും. ഇത്ര മലയാളികൾ ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഈ 3 പാട്ടിനൊരു സാമ്യം പറയാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ കാൽപ്പനികതയിലൂടെയുള്ള യാത്രയല്ലേ അജിനി? അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് തോന്നുന്നത്.
ഓക്കെ, ഞാൻ തന്നെ പറയാം. ആർക്കും പറയാനില്ല? പറയാനുള്ളവർക്ക് മൈക്ക് ഓപ്പൺ ആക്കി തരാം. ആർക്കും പറയാനില്ല? പുൽവെളി പുൽവെളി തന്നിൽ പനിത്തുള്ളി പനിത്തുള്ളി എന്ന് പറഞ്ഞാൽ എന്റെ ഈ സ്ക്രീൻ കണ്ടോ? എന്റെ ഈ സ്ക്രീനിൽ ഇരിക്കുന്ന പുല്ലിന്റെ അകത്ത് ആ മഞ്ഞുതുള്ളി ഇരിക്കുന്ന കണ്ടോ? പുൽവെളി പുൽവെളി തന്നിൽ പനിത്തുള്ളി പനിത്തുള്ളി ഒന്ന് തൂங்குത് തൂங்குത് പാരമ്മ. കണ്ട ആ മഞ്ഞുതുള്ളി എന്റെ ആ സ്ക്രീനില് നിങ്ങൾക്ക് എന്റെ ഈ സ്ക്രീനിൽ കാണുന്ന ഈ സ്ക്രീൻ അല്ല, ഞാൻ ഇരിക്കുന്ന എന്റെ പുറകുവശത്ത് ഒരു പുല്ലിന്റെ പുറത്ത് മഞ്ഞുതുള്ളി ഉറങ്ങുന്നത് കാണുന്നുണ്ട. അതിൽ സൂര്യൻ വന്ന് സെല്ലമായി എഴുപ്പത് പാരമാണ്. സൂര്യരശ്മികൾ അടിക്കുമ്പോൾ അതിന് മഞ്ഞുതുള്ളിക്ക് ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാകുന്നു എന്നാണ് ആ പാട്ടിൽ പറഞ്ഞത്. സൂര്യാംശോരോ വയൽ പൂവിലും വൈരം പതിക്കുന്നുവോ, അതും അത് തന്നെയാണ് മീനിങ്. അതുപോലെയാണ് നേരിയ മഞ്ഞിന്റെ ചുംബനം കൊണ്ട്, നേരിയ മഞ്ഞിന്റെ ചുംബനം കൊണ്ട് പൂവിൻ കവിൾ തൊടുത്തു. ഈ 3 പാട്ടും ഒരേ അർത്ഥമാണ്. മഞ്ഞുതുള്ളി വീണിരിക്കുന്ന ഇതിനെ പറ്റിയിട്ടാണ് വർണ്ണിച്ചത്. പക്ഷെ പല പല പാട്ട്, 2 ലാംഗ്വേജ്, പല മ്യൂസിക് ഡയറക്ടേഴ്സ്, പല റൈറ്റേഴ്സ് എന്ന് പറഞ്ഞതുപോലെ ഞാനിപ്പോ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് കുറച്ച് സിമിലാരിറ്റി വരെ ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. അന്താക്ഷരി കളിക്കാന്ന് വിചാരിച്ചിട്ട് ആരും ജോയിൻ ആയില്ല. അപ്പൊ നമുക്ക് അതിന് ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ആ പാട്ടിന്റെ ഭംഗി അങ്ങ് ആസ്വദിച്ചിരിക്കുവായിരുന്നു. ഓർത്തില്ല, അതാ പറ്റിയത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെയാണ് മൈൻഡിനെ പറ്റി പറയുമ്പം വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, പല പല ഹെഡിങ്ങിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു സക്സസിനുള്ള സീക്രട്ടിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അടുത്ത്, take 100% responsibility of your life. What you are experienced today is the result of your choice made in the past. അതായത് നമ്മൾ എപ്പോഴും നമ്മളുടെ ഒരാൾക്ക് സക്സസ്ഫുൾ ആയിരിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ 100% റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കണം. നമ്മൾ അത് എടുക്കത്തില്ല. എപ്പോഴും നമ്മൾ പറയും ഒന്നുകിൽ അച്ഛന് കുറ്റം, അല്ലെങ്കിൽ അമ്മയ്ക്ക് കുറ്റം, അല്ലെങ്കിൽ നമ്മൾ വളർന്ന സാഹചര്യത്തിന് കുറ്റം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സ്കൂളിന് കുറ്റം, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാത്തത് കുറ്റം. അപ്പൊ അങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മളെന്ന് ഞാൻ ദേവൻ ഡോക്ടർ പറഞ്ഞാലും ബഹുവചനം എടുക്കുന്നില്ല, ഞാനെന്ന് പറയാം. നമ്മളെ ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയവും ഉണ്ടാകത്തുള്ളൂ. കാരണം നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ മുകൾ വശത്തോട്ട് എനിക്ക് സ്ക്രീൻ മുഴുവൻ വായിക്കാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഇടുമ്പം സ്ക്രീൻ ചെറുതായിട്ടാണോ എല്ലാവർക്കും കാണുന്നത്, അതോ എല്ലാവർക്കും വലുതായിട്ട് കാണുന്നുണ്ടോ? നേരത്തെ കുറച്ചുകൂടെ വലുതായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. ഇത് കുഴപ്പമില്ല. പക്ഷേ സൈഡ് സ്ക്രീൻ വരുന്നില്ല. പക്ഷെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ തെളിയണമെന്ന് എനിക്ക് തോന്നുന്നു. ആണോ? അപ്പോ മേ ബി ഈ സ്ലൈഡിന്റെ കുഴപ്പമായിരിക്കും. അപ്പം നമ്മൾ 100% റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കൂല. നമ്മളിങ്ങനെ നമ്മൾ വിചാരിക്കുന്ന എന്താണെന്നറിയോ, നമുക്ക് പറ്റിയ കുഴപ്പം ആരുടെയെങ്കിലും തലയെ വെച്ച് കെട്ടി അങ്ങ് രക്ഷപ്പെടാന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ രക്ഷപ്പെട്ടിരിക്കത്തേ ഉള്ളൂ, ഒരിക്കലും സക്സസിലോട്ട് നമ്മൾ എത്തത്തില്ല. ഇപ്പോ നമ്മൾ നോക്കിയാല് എല്ലാം നല്ല സാഹചര്യത്തിൽ ജീവിച്ചവരോ, അല്ലെങ്കിൽ നല്ല അച്ഛൻ്റെ അമ്മയുടെയും മക്കളോ, അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം കിട്ടിയവരോ ഒന്നും അല്ല സക്സസ് ആയിട്ടുള്ള. സക്സസ് ആകണം എന്നുള്ളത് വേറൊരു മൈൻഡ് സെറ്റ് ആണ്. അങ്ങനെയുള്ളവരാണ് സക്സസ് ആകുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ എടുക്കുക. അപ്പോൾ ഒരു ഇവന്റും നമുക്ക് ആ ഇവന്റിനോടുള്ള റെസ്പോൺസ്, ഒരു സംഭവം ഉണ്ടായി, ആ സംഭവത്തിൽ ഇപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഒരു ഹസ്ബൻഡ് മദ്യപിച്ചിട്ട് വീട്ടിൽ വന്നു. അപ്പോ മദ്യപിച്ചിട്ട് വീട്ടിൽ വന്നാൽ ഒരു ഭാര്യ ചിലപ്പോൾ ഒന്നും മിണ്ടുന്നില്ല, ഓക്കെ കുഴപ്പമില്ല, കൂട്ടുകാരുടെയൊക്കെ കൂടെ കൂടിയപ്പോഴത്തേക്ക് കുറച്ച് മദ്യപിച്ചതാണ് എന്ന് വിചാരിക്കുന്നു, അത് ഒരു റെസ്പോൺസ്. വേറൊരു ഭാര്യ വന്ന് കണ്ടപ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനത്തെ മനുഷ്യനാണല്ലോ, അങ്ങനെയാണല്ലോ, ഇങ്ങനെയാണല്ലോ എന്ന് പറയുന്നു, അത് വേറൊരു റെസ്പോൺസ്. വേറൊരു ഭാര്യ സന്തോഷത്തോടു കൂടി കുഴപ്പമില്ല, കുറച്ച് അടിച്ചിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നു. അപ്പോ ഇത് മൂന്ന് റെസ്പോൺസ് ആണ്. അപ്പൊ നമ്മൾ ഓരോ ഇവന്റിനും നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്ന റെസ്പോൺസ് എന്നുള്ളതനുസരിച്ചിട്ടാണ് അതിന്റെ ഔട്ട്കമും വരുന്നത്. അപ്പം നമ്മൾ എങ്ങനെ അതിനെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് 100% റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കാന്ന് പറഞ്ഞാൽ. ഓരോ സാഹചര്യങ്ങളെയും നമുക്ക് നന്മയാക്കി എടുക്കാനായിട്ട് സാധിക്കും, പക്ഷെ അത് നമ്മൾ തന്നെ തീരുമാനിക്കണം. ഡിസൈഡ് വാട്ട് യു വാണ്ട്.
നമുക്ക് എന്താ വേണ്ടതെന്ന് ഫസ്റ്റ് അറിയണം, എന്നാലേ നമുക്ക് സക്സസ് ആകാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മളിങ്ങനെ എല്ലാവർക്കും സക്സസ് ആകാൻ ഇഷ്ടമാണ്, കൂടുതൽ പൈസ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, കൂടുതൽ പ്രശസ്തി ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, ഇതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ രാവിലെ എണീക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. ഡിസൈഡ് ചെയ്യണം നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കണം എപ്പോഴും. നമുക്ക് അറിയണം. ഇപ്പോ എനിക്ക് സക്സസ് ആണ്, എനിക്ക് 2 ക്ലിനിക്ക് തുടങ്ങണം. 2 ക്ലിനിക്ക് തുടങ്ങണമെങ്കിൽ എവിടെയൊക്കെ തുടങ്ങണം? ഒന്ന് എറണാകുളത്ത് തുടങ്ങണം, ഒന്ന് തിരുവനന്തപുരത്ത് തുടങ്ങണം. ഇങ്ങനെ വ്യക്തത വേണം നമുക്ക്. തിരുവനന്തപുരത്താണെങ്കിൽ എവിടെ തുടങ്ങിയാൽ കുറച്ചും കൂടെ നന്നായിരിക്കും, അവിടെ കുറച്ചും കൂടെ ആളെ കിട്ടുമോ, അവിടെ ആയിരിക്കുമോ കുറച്ചും കൂടെ എനിക്ക് അറിയപ്പെടാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ക്ലിനിക്ക് തുടങ്ങണം. എവിടെ തുടങ്ങണം? എവിടെയെങ്കിലും ഒരു ക്ലിനിക്ക് തുടങ്ങണം, നോക്കട്ടെ, നോക്കുന്നുണ്ട്. ഇങ്ങനെ പറയാതെ ഏതാണ് സ്ഥലമെന്നും എങ്ങനെ ആയിരിക്കണമെന്നും ഉള്ള വ്യക്തത നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോ നമ്മളൊരു കാര്യം നടത്തണം എന്ന് വിചാരിച്ചാൽ നമ്മളെ തേടി അത് വരും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇപ്പൊ നമ്മൾ പറയുകയാണ്, നമുക്ക് കൽക്കട്ടയിൽ ഒരു സെമിനാർ വെക്കാം എന്ന് പറയുമ്പോഴായിരിക്കും അടുത്ത ദിവസം തന്നെ കൽക്കട്ടയിലുള്ള ഒരു ഡോക്ടറിനെ നമ്മൾ പരിചയപ്പെടും. അപ്പൊ തന്നെ ആയിരിക്കും വേറെ ആരെങ്കിലും കൽക്കട്ടയിൽ പോയ കാര്യം പറയും. അപ്പോഴായിരിക്കും നമ്മൾ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ കൽക്കട്ടയിൽ ആരെങ്കിലും ടൂർ പോയ കാര്യം പറയും. അപ്പൊ ഇതെങ്ങനെയാ വെച്ചാല് നമ്മൾ ഒന്നിനെ തേടുന്നില്ല എന്നതുകൊണ്ടാണ് പ്രകൃതി നമുക്ക് ഒരു സാധനം കൊണ്ട് തരാത്തത് എന്നുള്ളതാണ് സത്യം. നമ്മൾ എന്തിനെങ്കിലും പറ്റി നോക്കിയാൽ അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ നമ്മളത് കാണും. ഇപ്പോ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും പുതിയ ഒരു കാര്യങ്ങളെ പറ്റി നമ്മൾ അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ കേൾക്കുമ്പോൾ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ എന്ന്. ഇപ്പം എന്തെങ്കിലും ആയിക്കോ, എന്തെങ്കിലും ഒരു എക്സാമ്പിൾ, ഇപ്പൊ VLCC അണ്ടറിൽ വരുന്ന ബ്യൂട്ടി പാർലറുകളോ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റോ ഒന്നും ഇതുവരെ കേട്ടിട്ടില്ലെങ്കിലും നമ്മൾ ഇന്ന് കേൾക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ പോകുമ്പോൾ കാണാം, ആ ബോർഡ് കാണും, VLCC എന്ന് പറഞ്ഞൊരു ബോർഡ് കാണും, പിന്നെ വീണ്ടും കാണും. അപ്പോഴായിരിക്കും വേറൊരു. അതുവരെ നമ്മളത് ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ യൂണിവേഴ്സിന് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ട ആൾക്കാര്, റിസോഴ്സസ്, ഓപ്പർച്യൂണിറ്റീസ് ഇതെല്ലാം നമ്മളിലേക്ക് ഗ്രാവിറ്റബിൾ ആകും, നമ്മളിലോട്ട് വന്ന് ചേരും. ഓക്കെ. ബൈ മെയിൻറ്റെയിനിങ് യുവർ ഇൻഡിപെൻഡൻസ് യു ബിക്കം ദ മാസ്റ്റർ ഓഫ് അതേഴ്സ്. അപ്പോൾ അതായത് നമ്മളുടെ ഒരു വ്യക്തിത്വം, നമ്മൾ ആരാണ് എന്ന് നമ്മൾ വ്യത്യസ്തരായിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു വ്യക്തിത്വം കാണിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാകുന്നത്. അല്ലാതെ എന്താ പറയുക, കൂട്ടത്തോട് കൂട്ടം അങ്ങനെ പോയാൽ അങ്ങനെ നമുക്കൊരു വ്യത്യാസമൊന്നും കാണത്തില്ല. പിന്നെ ഇപ്പൊ നമ്മളൊരു മാസ്റ്റർ അല്ലെങ്കിൽ ഒരു ലീഡർ ആകണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ ഇടിച്ചു താത്തി നമുക്കൊരിക്കലും ലീഡർ ആകാം. ഇടിച്ചു താത്തി ആകാൻ പറ്റത്തില്ല എന്നതല്ല, ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലതും അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും അങ്ങനെ ആകുമ്പം മറ്റുള്ളവർക്കൊരു ഇത് കാണത്തില്ല. നമ്മളൊരു ജീവിതത്തിൽ മുന്നേറണം എന്നുള്ള ഒരു ആഗ്രഹമാണെങ്കിൽ മറ്റുള്ളവരെ ഇടിച്ചു താത്തി ആകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനും സന്തോഷം കാണത്തില്ല, മറ്റുള്ളവർക്കും സന്തോഷം കാണത്തില്ല. സ്പീക്ക് വിത്ത് പെർഫെക്ഷൻ. നമ്മൾ എപ്പോഴും അതായത് ഞാൻ ഈ പറഞ്ഞു വരുന്ന പോയിന്റ്സ് എല്ലാം നമ്മളൊരു സക്സസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലോട്ട് സക്സസ് വരണമെങ്കിൽ പാലിക്കേണ്ടതായ കുറച്ച് എന്താ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിന് വ്യക്തത വേണം, എന്താണ് എന്നുള്ളതിനെ പറ്റി നമ്മൾ ക്ലിയർ ആയിട്ട് പറയണം. ഇപ്പൊ ഈ അടുത്ത് ഒരു കുട്ടി ഒരു വിഷയം, ഒരു ലവ് മാരേജ് ആണ്, അത് വീട്ടുകാർ എതിർക്കുന്ന ഒരു മാരേജ് ആണ്. അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോളെ എന്തായി കല്യാണത്തിന്റെ കാര്യം, എന്തെങ്കിലും ആയോ? അത് ഡോക്ടറെ എൻ്റെ ഒരു കസിൻ വന്നു. ഞാൻ ചോദിച്ചത് കല്യാണത്തിന്റെ കാര്യമായിരുന്നു. എൻ്റെ ഒരു കസിൻ വന്നു. അപ്പൊ കസിൻ വന്നെന്ന് പറഞ്ഞാൽ ഇതൊന്നും അറിഞ്ഞിട്ട് വന്നതല്ല, അല്ലാതെ അപ്രതീക്ഷിതമായിട്ട് വന്നതാ. പക്ഷെ വന്നപ്പം ഇതിനെപ്പറ്റി സംസാരിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. പിന്നെ വൈകിട്ട് ഞങ്ങൾ കണ്ടു. പക്ഷെ പിന്നെ വല്യച്ഛനെ കാണാൻ പോയി. നേരത്തെ തന്നെ നമ്മൾ ഇതിനെപ്പറ്റി കുറച്ച് സംസാരിച്ചതായിരുന്നു ഞാൻ. പക്ഷെ ഇതിലൊന്നും ഒരു ആൻസറേ വന്നില്ല. എതുവരെ എത്തി എന്നുള്ള ഒരു ആൻസറും വന്നില്ല. ഇങ്ങനെ കുറെ ആൾക്കാർ സംസാരിക്കും. കാരണം അവിടെ ഇവിടെയൊക്കെ കാര്യങ്ങൾ പറയും. അവരും അറിയാതെ സംസാരിക്കുന്നതാണ്. കാരണം ലാസ്റ്റ് കൊണ്ട് കണക്ട് ചെയ്ത് കിട്ടാം എന്ന് വിചാരിച്ചിട്ട് സംസാരിക്കുന്നതാണ്. പക്ഷെ അങ്ങനെയുള്ള സംസാരം നമുക്ക് കേൾക്കാനും താല്പര്യം കാണത്തില്ല. എന്താ പറയുന്നവർക്ക് അതുകൊണ്ട് ഒരിക്കലും ഒരു വിജയവും ഉണ്ടാവില്ല. കാര്യം എന്ന് വെച്ചാൽ
അവർക്ക് തന്നെ അറിയത്തില്ല അവർക്ക് എന്താണ് വേണ്ടത്, എന്താണ് നടത്താൻ പോകേണ്ടത്, എന്തൊക്കെയോ സംസാരിക്കും. അങ്ങനെ ഒരുപാട് പേര് നമ്മൾ മീറ്റ് ചെയ്യലുണ്ട്. നമുക്ക് തന്നെ മനസ്സിലാവൂല എന്താ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള ക്ലാരിറ്റി വേണം, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വേണം. പിന്നെ നമ്മൾ അത് പറയാനും നമുക്ക് പറ്റണം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് 2 ക്ലിനിക്കാണ് വേണ്ടത്. അത് ഒന്ന് തിരുവനന്തപുരത്തായിരിക്കണം, അത് കുറച്ച് ആളുകൾ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിലായിരിക്കണം, അവിടെ എനിക്ക് ഇന്ന ഫെസിലിറ്റീസ് വേണം എന്നൊക്കെയുള്ള ക്ലാരിറ്റി നമുക്ക് വേണം. പിന്നെ ഓൾവേസ് സേ ലെസ് ദാൻ നെസസറി. അപ്പോൾ ദ മോർ യു സേ ദ മോർ യു ലൈക്ലി ടു സേ സംതിങ് ഫുളിഷ്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടോ, നമ്മൾ ഈ മിക്കവാറും ഒരു കാര്യം, ഒരു പ്രശ്നം ഉണ്ടാകുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അത് ഒത്തുതീർപ്പാക്കുമ്പോൾ. എന്താ പറഞ്ഞാല്, പ്രശ്നം ഉണ്ടായി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, അത് അവിടെ കിടക്കട്ടെ, അത് കുറച്ചേ പറഞ്ഞു കാണുള്ളൂ. പക്ഷേ അത് ഒത്തുതീർപ്പാക്കാനായി, അല്ലെങ്കിൽ ഈ കാര്യത്തിനെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ അങ്ങ് സംസാരിച്ച് വരുമ്പോൾ എന്താ പറയാ, നടന്ന പ്രശ്നമായിരിക്കത്തില്ല പ്രശ്നം, പിന്നെ അടുത്തതായിരിക്കും പ്രശ്നം. അതായത് പ്രശ്നങ്ങളിൽ നിന്ന് വലിയ പ്രശ്നത്തിലോട്ട് പോകും നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ. പിന്നെ പല ആൾക്കാരും ഉണ്ട്, അപ്പൊ തന്നെ അത് സംസാരിച്ച് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ശരിയാവൂല എന്ന് വിചാരിക്കും. പക്ഷെ അതും വലിയ ഫൂളിഷ്നെസ് ആണ്. കാരണം ഈ ഏതൊരു സംഭവവും അതിനെ ഒന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് എന്താണ് നടന്നതെന്ന് നമുക്ക് തന്നെ ഒന്ന് മനസ്സിലാകാൻ ഒരു ടൈം കൊടുക്കണം. അതിനുശേഷം സംസാരിക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നത്. അപ്പോൾ ചുമ്മാ നമ്മുടെ ഭാഗം ജയിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ സംസാരിച്ച് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അത് കൂടുതൽ മണ്ടത്തരത്തിലോട്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് പറയാനുള്ളത് ചെറുതാക്കി, നമുക്ക് എന്താ പറയാനുള്ളതെന്നുള്ള വ്യക്തത വേണം, എന്താണ് വേണ്ടതെന്നുള്ള വ്യക്തത വേണം. അതുപോലെ തന്നെ നമ്മൾ വാരി വലിച്ച് കാര്യം പറയാതെ ചെറുതാക്കി പറയണം. നമുക്ക് ജനങ്ങൾ ഒരു മതിപ്പ് തരുന്നുണ്ടെങ്കിൽ ആ മതിപ്പിനെ കാത്തു സൂക്ഷിക്കാനും നമുക്ക് കഴിയണം. സോ മച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ റെപ്യൂട്ടേഷൻ, ഗോഡ് ഇറ്റ് വിത്ത് യുവർ ലൈഫ്. നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അത് പാലിക്കാനും അത് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളിലേക്ക് സക്സസ് വരത്തുള്ളൂ. ഇനി സക്സസ് മൈൻഡ് സെറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സക്സസ് മൈൻഡ് സെറ്റ് പേഴ്സണാലിറ്റി എന്താണ്? നമ്മൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ എപ്പോഴും നമുക്കൊരു ധൈര്യം വേണം. എല്ലാ കാര്യത്തിനും നമുക്ക് ധൈര്യം ഉണ്ടായിക്കോണം എന്നില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അതിനുള്ള ധൈര്യം എനിക്കുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം. ഇപ്പം ഹ്യൂമൻ ബ്രെയിനിനൊരു സ്വഭാവമുണ്ട്. ഏതൊരു കാര്യം നമ്മൾ വിചാരിച്ചാലും ആദ്യം നമ്മളുടെ അടുത്ത് ഇങ്ങനെ നമ്മളുടെ ബ്രെയിൻ തന്നെ പറയുമോ, അതൊക്കെ ഇനിയിപ്പോൾ പറ്റുമെന്നൊന്നും തോന്നില്ല, അതുകൊണ്ട് വേണോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കും. പക്ഷെ ഇല്ല, എനിക്കത് പറ്റും എന്നുള്ള ആ ഒരു ധൈര്യം നമുക്ക് വേണം. സ്റ്റേയിങ് മോട്ടിവേറ്റഡ്. ഇപ്പം പെട്ടെന്ന് ഒരാളൊരു കാര്യം പറയാം, നമുക്കൊരു ബിസിനസ് തുടങ്ങാം, അത് അങ്ങനെയാ, അത് ദുബായിൽ എത്രയും കോടി ഉണ്ടാക്കി, ഇവിടെ എത്രയും കോടി ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ ഉടനെ നമ്മൾ പെട്ടെന്ന് ശരിയാ നമുക്കും ചെയ്യാം, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഇവരെ വിളിച്ചൊക്കെ പറയും. അത് കഴിഞ്ഞ് രാത്രി ഒന്ന് കിടന്നുറങ്ങി രാവിലെ എണീക്കാൻ പറയാം, ഇതിനൊക്കെ പോയാൽ നമുക്ക് റിസ്ക് ആണെന്ന്, വെറുതെ വേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഒന്ന് മാറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം. ശരിയാണ്, മനുഷ്യന്റെ മനസ്സാണ്, നമുക്ക് എപ്പോഴും നമുക്ക് വേണ്ട എന്ന് പറയാനും പകുതി കിട്ടിട്ട് പോകാനും ഒക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ അത് മാറ്റിയെടുക്കണം. പിന്നെ പ്രോ ആക്റ്റീവ് ആയിരിക്കണം നമ്മൾ. അതായത് അവസരത്തിനനുസരിച്ച് പെരുമാറണം. അല്ലാതെ എപ്പോഴും റിയാക്റ്റീവായിട്ട് എന്ത് കാര്യത്തിനും അതങ്ങനല്ല, ഇതിങ്ങനെ നടക്കത്തില്ല, മറ്റേതല്ല എന്ന് പറഞ്ഞ് എല്ലാത്തിനും റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കൊരിക്കലും നേട്ടങ്ങളിൽ നമ്മളിലോട്ട് വരത്തില്ല. നമ്മൾ പ്രോ ആക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ ആ അവസരത്തിനനുസരിച്ചൊക്കെ ഞാനിപ്പോൾ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ, ഇനി ചിലപ്പോൾ ഒരാൾ പറയുന്ന ഒരു മണ്ടത്തരമായിരിക്കും, എന്നാൽ പോലും അതൊന്ന് കേട്ട് നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് സംസാരിക്കേണ്ട, അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കണം. ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു വ്യക്തത വേണം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ പാഷനേറ്റ് ആയിരിക്കണം. എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും പാഷനേറ്റ് ആയിരിക്കണം, കമ്മിറ്റഡ് ആയിരിക്കണം. നമുക്കൊരു കമ്മിറ്റ്മെന്റ് വേണം ഏത് കാര്യം ചെയ്യുമ്പോഴും. എന്നാൽ മാത്രമാണ് നമുക്ക് ഒരു സക്സസ് മൈൻഡ് സെറ്റ് വരത്തുള്ളൂ. ഇതിൽ പല കാര്യങ്ങളും നമുക്ക് ഇല്ലാതെ ഇരിക്കാം, എന്നിട്ട് നമ്മളത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. എല്ലാവർക്കും ഉണ്ടാക്കണം എന്നുള്ള ഒരു നിർബന്ധവും ഇല്ല. പല കാര്യങ്ങളും നമുക്ക് അറിയത്തില്ലാത്തത് കാണും, പല കാര്യത്തിനും നമുക്ക് ധൈര്യം കാണത്തില്ല. വലിയ ധൈര്യമുള്ളവർക്ക് ചിലപ്പോൾ പാറ്റയെ പേടിയായിരിക്കും,
അങ്ങനെയൊന്നും നമുക്ക് ആരെയും നമുക്ക് അങ്ങനെ അസസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഓരോരുത്തരും ഓരോ ടൈപ്പ് ആയിരിക്കും. പക്ഷെ നമുക്കുള്ള ക്വാളിറ്റീസ് അവിടെ വെച്ചിട്ട് ഇല്ലാത്ത ഈ പറയുന്ന ക്വാളിറ്റീസ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. അത് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ജനറസ് ആയിരിക്കണം. ഒരു എന്താ പറയുന്നത്, ഒരു ചിരിയാണെങ്കിലും ഒരു സഹായമാണെങ്കിലും ഒരു വാക്കാണെങ്കിലും അതൊക്കെ നമുക്ക് കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു മനസ്സ് വേണം. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം പൈസ എടുത്ത് തന്നെ കൊടുക്കണമെന്നില്ല. ഒരു 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 ചെറിയ ചിരിയാണെങ്കിൽ പോലും അത് നമുക്ക് ചിലപ്പോഴും പല സ്ഥലത്തും സന്തോഷം തരും. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരിക്കും, എല്ലാവരും സീരിയസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാളിങ്ങനെ നമ്മളെ നോക്കി ചിരിച്ചാൽ തന്നെ നമുക്കതൊരു അതൊരു ഒരു 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 സന്തോഷമാണല്ലോ, ഒരു റിലാക്സേഷനാണ്. അപ്പോൾ ഒരു ചിരിയോ ഒരു ഒരു ഹെൽപ്പോ അല്ലെങ്കിൽ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു തോളിത്തട്ടിയോ ഒരു അപ്രീസിയേഷനോ, ഇതൊക്കെ നമ്മൾ ജനറസ് ആയിരിക്കണം. പിന്നെ അംബീഷ്യസ് ആയിരിക്കണം. നമുക്ക് ഒരു കാര്യത്തിനോട് ഒരു സ്ട്രോങ് ഡിസയറും അത് നേടിയെടുക്കണം എന്നുള്ള ഒരു അംബീഷനും നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഒരു സക്സസ്ഫുൾ ആകാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ പെർസിസ്റ്റൻസ്, അത് എല്ലാ ആൾക്കാർക്കും ഉള്ള ഒരു കാര്യമാണ്. നമുക്ക് ഒരു കാര്യം 2-3 ദിവസം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും പുറകോട്ട് പോകും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിൾ എടുക്കണം, സ്റ്റേ മോട്ടിവേറ്റഡ് ആൻഡ് നമ്മളെ തന്നെ ഒന്ന് ഇപ്പൊ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, ഇതിൽ പെർസിസ്റ്റൻസ് വേണം, വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്യണം. ഇപ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ തുടങ്ങി, ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ 2 ദിവസം ചെയ്ത് 3 ദിവസം ചെയ്ത് ഇന്നൊരു ലീവ് എടുക്കാം എന്ന് വിചാരിച്ചാൽ പിന്നെ പോയി, പിന്നെ നമുക്കത് തുടരാൻ പാടാം, പിന്നെ നമ്മൾ ആദ്യം മുതൽ തുടങ്ങണം. അപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് പുറത്തോട്ട് വരണം. പിന്നെ അഡ്വഞ്ചറസ്, പ്രൗഡ്, ഹാർഡ് വർക്കിംഗ്. ഇപ്പൊ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം, അതായത് ഈ പറഞ്ഞതുപോലെ സ്ഥിരതയോടുകൂടിയും അംബീഷ്യസ് ആയിട്ടും ജനറസ് ആയിട്ടൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു അഭിമാനം തോന്നും. ഓക്കെ, ഞാനിത് ചെയ്തു. അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യം ചെയ്താലും മതി. ചെറിയ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്തു തീർത്തു എന്നുള്ളൊരു സന്തോഷം നമുക്ക് വരും. അത് ഭയങ്കര ഒരു സന്തോഷമാണ്. അത് നമുക്ക് അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്ത് തീർക്കുമ്പോൾ ഒരു സന്തോഷം വരും. അതിന്റെ കൂട്ടത്തിൽ ഒരാൾ പറയാണ്, ആ കാര്യം ചെയ്തത് നന്നായി കേട്ടോ എന്ന് പറയുവാണെങ്കിൽ അത് ഒരു ഡബിൾ സന്തോഷമാവും. അപ്പോഴാണ് നമുക്ക് സത്യത്തിൽ ഹാർഡ് വർക്ക് ചെയ്യാനും സാധിക്കുന്നത്. പക്ഷേ ഇനി ആരും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തില്ല, സ്വന്തമായിട്ട് സന്തോഷമൊന്നും തോന്നിയില്ലെങ്കിലും ഒരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിയാൽ നമ്മൾ അതിൽ ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെ ഗാർഡിങ് യുവർ ഇമോഷൻസ് ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഇൻ ദ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. അപ്പോൾ നമ്മൾ ഗാർഡിങ് യുവർ, നമുക്ക് പല ഇമോഷൻസ് വരും അല്ലേ. നമുക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, ചിരിച്ചിരിക്കണം, ഇങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊക്കെ നമ്മൾ പറയും, ഒരു ചിരി കൊടുക്കാം അങ്ങനെ എന്നൊക്കെ. പക്ഷെ നമുക്ക് പല മൂഡുകളായിരിക്കും. പക്ഷെ നമ്മളെല്ലാ സ്ഥലത്തും പോയി നമ്മൾ മനുഷ്യന്മാരല്ലേ, അത് എക്സ്പ്രസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വികാരങ്ങളെല്ലാം നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല എന്നല്ല, അത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വ്യക്തിയായി പോകും. ചില സമയത്ത് ശരിയാണ്, നമുക്ക് ഇമോഷൻ വന്ന് നമുക്ക് കരച്ചിൽ വരും, സങ്കടം വരും എന്നല്ല, ദേഷ്യം വരും. പക്ഷെ നമ്മൾ ദേഷ്യം തോന്നിയ ഉടനെ നീ ആരടാ മറ്റേതാ മറിച്ചതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളോടൊരു വിലയില്ലാതാവും, മറ്റുള്ളവർക്കും വിലയില്ലാതാവും. ആവശ്യമുണ്ടെങ്കിൽ ദേഷ്യപ്പെടാം കേട്ടോ, ചില സ്ഥലത്ത് നമ്മൾ ദേഷ്യപ്പെടുകയും വേണം, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ ഒന്ന് ഗാർഡ് ചെയ്യണം. പിന്നെ കാര്യക്ഷമതയോടുകൂടിയും ഫലപ്രാപ്തിയോടുകൂടിയും വർക്ക് ചെയ്യണം. ഇനി 3 stages ഓഫ് സക്സസ് മൈൻഡ് സെറ്റ്. ഫിസിയോളജിക്കൽ സ്റ്റേറ്റ്, ഇത് ഞാൻ നേരത്തെ മറ്റേ മൈൻഡ് പവറിന്റെ ക്ലാസ്സിലൊക്കെ പറഞ്ഞത് തന്നെയാണ്. ത്രൂ എംപവറിംഗ് ദ ആക്ഷൻ, മൂവ്മെന്റ്, ജസ്റ്റേഴ്സ് ആൻഡ് ബ്രെത്ത്. ഇത് നമ്മൾ തന്നെ, അതായത് ഒരു സക്സസ്ഫുൾ മൈൻഡ് സെറ്റ് ഉള്ള ഒരാള് നമ്മൾ പൊതുവെ പറയും നേരത്തെ എണീക്കും, എക്സസൈസ് ചെയ്യും, മെഡിറ്റേഷൻ ചെയ്യും എന്നൊക്കെ പറയും. ഇനി നമ്മൾ അതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അതിനായിട്ട് ശ്രമിക്കണം. അതായത് നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് പറഞ്ഞാലും
ഒരു എക്സസൈസ് ചെയ്യുന്ന ആൾക്ക് പറ്റുന്ന അത്രയും ഒരു എക്സസൈസ് ചെയ്യാത്ത ആൾക്ക് പറ്റത്തില്ല. മൈൻഡ്, ഞാൻ പറയുന്ന ബോഡിയല്ല, നിങ്ങൾ വണ്ണം കുറയ്ക്കാനോ തടി കുറയ്ക്കാനോ ഉള്ള കാര്യമല്ല പറയുന്നത്. ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ പല ഹോർമോൺസും നമ്മുടെ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യുകയും അതുകൊണ്ട് നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകുകയും അതനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, നമ്മളെ തന്നെ ഒന്ന് ശരിയാക്കിക്കൊണ്ടേയിരിക്കണം. ചെറിയ വാക്കിംഗ് ആണെങ്കിലും മതി, ഒരു 20 മിനിറ്റ്സ് വാക്ക് ചെയ്യുക. ഈ പറഞ്ഞതുപോലെ നമുക്ക് ചുറ്റുമുള്ള, ഇനി മടിയാണെങ്കിൽ രാവിലെ ഇറങ്ങി നിങ്ങളൊന്ന് മുറ്റത്തൊക്കെ ഇരുന്ന് ആ ചെടിയും പുല്ലും ആ രാവിലത്തെ കിളികളുടെ ഒച്ചയും അതൊക്കെ ഒന്ന് കേട്ടാൽ തന്നെ നമ്മൾ ഒരുപാട് റിലാക്സ്ഡ് ആവും. പക്ഷെ നമ്മൾ പലപ്പോഴും അതിനൊന്നും ശ്രമിക്കാറില്ല, ശ്രമിക്കുന്നവരും ഉണ്ട്. അപ്പം നമ്മൾ നമ്മളെ തന്നെ എംപവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൾട്ടിവേറ്റ് ദ ഹാബിറ്റ് ഓഫ് ഹെൽത്ത്. എന്തൊക്കെയാണ്? റെസ്റ്റ്ഫുൾ സ്ലീപ്പ്, റെഗുലർ എക്സസൈസ്, സെൻസിബിൾ ഈറ്റിംഗ്. നമുക്ക് ആവശ്യമുള്ളത് തിന്നുക എന്നുള്ളതാണ് സെൻസിബിൾ ഈറ്റിംഗ്. പിന്നെ കൊതിയുള്ളതൊന്നും തിന്നണ്ടെന്നൊന്നും ഞാൻ പറയൂല, കാരണം പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരു ബന്ധം വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇഷ്ടമുള്ളതൊക്കെ തിന്നോ, എന്നാലും നമ്മളുടെ ഹെൽത്തിന് വേണ്ടതൊക്കെ കഴിക്കാം. ഒന്ന് അത് നമ്മൾ ചൂസ് ചെയ്യാം, നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ചൂസ് ചെയ്യാം. പിന്നെ ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ, അതൊരു മെയിൻ കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു കംഫർട്ട് സോൺ ഉണ്ട്. നമ്മളുടെ വീട്, ഇപ്പോൾ കുറേയധികം ആൾക്കാർ പറയും എനിക്ക് അങ്ങനെ വീടൊന്നും മാറി നിൽക്കുന്ന ഇഷ്ടമല്ല. ഇപ്പൊ മിക്കവാറും പ്രായമായവരാണ് കൂടുതൽ അങ്ങനെ പറയുന്നത്. നമ്മുടെ വീട്, നമ്മുടെ സാഹചര്യം, ഇതിനൊന്നും ഒരു മാറ്റം, വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുക, ഇതൊന്നും പറ്റൂല എന്ന് പറയും. ഒന്നാമത്തെ കാര്യം അവർക്ക് ആ ഈഗോയുടെ പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കും, അവരെ വിട്ടേര്. എന്നാലും പൊതുവെ ഉള്ള ആൾക്കാർ പറയും എനിക്കതൊന്നും പറ്റത്തില്ല, എന്നെ കൊണ്ട് അതൊന്നും സാധിക്കും. നമുക്ക് എങ്ങനെയാ വെച്ചാൽ നമ്മുടെ വീട്, നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള കട, സ്ഥിരമായിട്ട് പോണ ഒരു ഹോട്ടല്, ആ ഹോട്ടലിൽ തന്നെ സ്ഥിരമായിട്ടൊരു സീറ്റിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്, അതേ സീറ്റിൽ തന്നെ പോയിരിക്കും. അതുപോലും നമുക്കൊരു മാറ്റങ്ങൾ നമുക്ക് പറ്റത്തില്ല. മിക്കവാറും ആൾക്കാർ അങ്ങനെയായിരിക്കും, ഞങ്ങൾ സ്ഥിരം വരുന്ന ഹോട്ടലാന്ന് പറയും. എന്തുകൊണ്ട് നിങ്ങൾക്ക് മാറി മാറി വേറെ ഹോട്ടലിൽ പോയിക്കൂടാ, അല്ലെങ്കിൽ വേറെ വേറെ സ്ഥലത്ത് പോയിക്കൂടാ? അത് നമുക്കൊരു ഓരോന്നിനും ഒരു കംഫർട്ട് സോൺ ഉണ്ട് നമുക്ക്. പക്ഷെ നമ്മൾ പോലും അറിയുന്നില്ല കേട്ടോ. കാരണം ഞങ്ങൾ അവിടെ പോകുന്നത് കൊണ്ട് അവിടെ പോകുന്നു എന്ന് പറഞ്ഞു. നമ്മൾ വേറെ ഇപ്പം ഞാൻ ദുബായിലൊക്കെ ഉള്ളപ്പം ഒരുപാട് ഫുഡുകളുണ്ട്. ഒരു ഫുഡ് കോർട്ടിനകത്ത് പല കൺട്രിയുടെ ഫുഡുണ്ട്, പല സാധനങ്ങളുണ്ട്. പക്ഷെ മിക്കവാറും ആൾക്കാർ പോയി KFC തന്നെ തിന്നും. നാട്ടിലും KFC തന്നെ തിന്നും, അവിടെ KFC തന്നെ തിന്നും. മറ്റേതൊന്ന് ടേസ്റ്റ് ചെയ്യുമായിരിക്കും വല്ലപ്പോഴും. പക്ഷെ എന്നാലും ഓരോ പ്രാവശ്യം ഓരോന്ന് കഴിക്കാം, അല്ലെങ്കിൽ വേറെ എന്താണെന്നൊന്ന് ഡിഫറെന്റ് ആയിട്ട് നോക്കാം എന്നൊന്നും വളരെ കുറവാണ് ആൾക്കാർ വിചാരിക്കുന്നവരുണ്ട്. എന്നാലും നമുക്ക് അങ്ങനെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. ചേഞ്ച് യുവർ ബിഹേവിയർ. അപ്പൊ അത് ആൾക്കാർ പറയും, പിന്നെ സ്വഭാവം അങ്ങ് മാറ്റുമല്ലേ. അതെങ്ങനെ മാറ്റാനാ? നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ഉണ്ട്, അതും മാറ്റാൻ പറ്റും. കാരണം ഇപ്പോ എന്താ പറയുന്നത്, അങ്ങനെ എല്ലാരോടും ചിരിക്കാത്ത ഒരാളാണെങ്കിൽ ചിരിച്ച് ശീലിക്കാം. ഇനി എല്ലാരോടും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഇന്ന് ഞാൻ അത്രയും ദേഷ്യപ്പെടൂല എന്ന് നമുക്ക് നേരത്തെ തീരുമാനിച്ചു വെക്കാം. കാരണം നമ്മൾ പറയും പിന്നെ ദേഷ്യമൊക്കെ മനസ്സിൽ നിന്ന് വരുന്നില്ല, അതൊന്നും നമുക്ക് അങ്ങനെ തീരുമാനിച്ചു വെക്കാൻ പറ്റത്തില്ല എന്ന് എല്ലാവരും പറയുമ്പോൾ സ്ഥിരമായിട്ട് ഞാൻ പറയാറുള്ള എക്സാമ്പിളാണ് നമ്മുടെ അക്കരെ സിനിമയിൽ മോഹൻലാല് പോട പട്ടി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പിന്നെ ശ്രീനിവാസനെ വിളിക്കുമ്പോൾ, അയ്യോ ദാസ അതിനെന്താ, നീ എന്ത് വേണേലും വിളിച്ചോ, നിന്റെ ചെരുപ്പ് വേണേലും തുടയ്ക്കാം. കാരണം അവിടെ കാര്യം നടക്കാൻ വേണ്ടി തിരിച്ച് ദേഷ്യപ്പെട്ടാൽ ശരിയാകത്തില്ലെന്ന് മനസ്സിലാകുകയും അതുകൊണ്ട് നമ്മൾ ഓൾറെഡി അതിന് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ബോസുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലുള്ള ഹയർ ഒഫീഷ്യൽസ്, അവരൊക്കെ പറയുമ്പം നമ്മൾ വേണമെങ്കിൽ മിണ്ടാതെ നിൽക്കും. എന്നിട്ട് വീട്ടിൽ പോയി ദേഷ്യപ്പെടാൻ സാഹചര്യമുള്ളവരടുത്ത് ഒരൊറ്റ ദേഷ്യപ്പെടും. എവിടെയെങ്കിലും ഒന്ന് എക്സ്പ്രസ് ചെയ്യണമല്ലോ. പക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പൊ നമുക്ക് നമ്മളുടെ ചില ബിഹേവിയർ ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിച്ച് ശ്രദ്ധിച്ച് അതിലേക്ക് ശ്രദ്ധിക്കുക. കാരണം നമ്മളെല്ലാവരും നമ്മളിലേക്ക് ഒന്ന് നോക്കുക, എന്താണ് അവിടെ ചേഞ്ച് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് ചേഞ്ച് ചെയ്യുക. ചേഞ്ച് യുവർ സെൽഫ് ടോക്ക്, അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ നമ്മളോട് തന്നെ പല കാര്യങ്ങൾ പറയാം. ഒരു കാര്യം ചെയ്യണം
എന്ന് വിചാരിച്ചാലുണ്ട് നമ്മൾ കൊണ്ട് അതൊന്നും പറ്റുമൊന്നുമില്ല, അവിടെ ഭയങ്കര തിരക്കാ, ഞാൻ പോയാൽ ശരിയാകത്തില്ല, അവിടെ പോയാൽ പാർക്കിംഗ് കിട്ടത്തില്ല. ഇതൊക്കെ നമ്മൾ നമ്മളോട് പറയുന്നതാണ്. പക്ഷെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കത്തില്ല. റിപ്പീറ്റഡ്ലി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സ് സ്വീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യും. പക്ഷെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ എന്തൊക്കെയാ തിങ്ക് ചെയ്യുന്നത്? ഇപ്പോ ഒരു 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 ദിവസം ഒരാൾക്ക് 70,000 തോട്ട്സ് ഒക്കെ വരും എന്ന് പറയുന്നത്. ആ 70,000 നമുക്ക് ഓർമ്മയുണ്ടോ? ഇന്ന് എന്തൊക്കെയാ ചിന്തിച്ചതെന്ന് ചോദിച്ചാൽ, ഇന്നിപ്പോ ഈ സമയം 9:30 ഈ സമയത്ത് ചോദിച്ചാൽ ആർക്കെങ്കിലും അറിയോ ഞാൻ ഇന്ന് എന്തൊക്കെയാ ചിന്തിച്ചതെന്ന്? നമ്മളത് ശ്രദ്ധിക്കാറില്ല. പക്ഷെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മളോട് തന്നെ നമ്മൾ സംസാരിക്കുന്നുണ്ട്, പിന്നെ അതൊന്നും നടക്കത്തില്ല അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക, നമ്മളുടെ സെൽഫ് ടോക്ക് മാറ്റുക. അത് നമ്മൾ നെഗറ്റീവ് ആണ് പറയുന്നതെങ്കിൽ അത് പോസിറ്റീവായിട്ട് മാറ്റുക. ക്രിയേറ്റ് പോസിറ്റീവ് അഫർമേഷൻ. ഇപ്പോൾ നമുക്ക് പറ്റൂല എന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നതെങ്കിൽ എനിക്ക് പറ്റും എന്ന് പറയുക. എനിക്ക് ആ സാധനം വരത്തില്ല എന്നാണ് പറയുന്നതെങ്കിൽ അതെനിക്ക് വരും എന്ന് പറയുക. പിന്നെ എപ്പോഴും ഒരു മാറ്റം എടുക്കുക. നമ്മൾ എന്താ പറയുന്ന, നടക്കാനായിട്ട് നമ്മൾ ഈ വഴിയാണ് പോകുന്നതെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ആ വഴി പോവുക. അല്ലെങ്കിൽ എന്നും ഇങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ, ഒരു റൗണ്ടിലാണ് ഇങ്ങനെ നടക്കുന്നതെങ്കിൽ നമ്മൾ തിരിച്ച് നടക്കുക. അപ്പൊ നമ്മുടെ ബ്രെയിനും രണ്ട് സൈഡും ആക്ടിവേറ്റ് ആകുകയും ചെയ്യും. നമുക്ക് ആ ഒരു ഓരോ വ്യത്യസ്തമായ വഴികളിൽ പോകുമ്പോൾ വ്യത്യസ്തമായ ആൾക്കാരെ കാണും. നമുക്ക് തന്നെ ഒരു വ്യത്യാസം തോന്നണം. എപ്പോഴും നമ്മൾ ഒരു വ്യത്യസ്തമായിട്ട് ചിന്തിക്കണം. ഓക്കെ, ടേക്ക് ആക്ഷൻ. നമ്മൾ ആക്ഷൻ എടുക്കുന്നത് വരെ ഒന്നും നടക്കത്തില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, അതേ എക്സാമ്പിൾ തന്നെ വീണ്ടും വീണ്ടും പറയുന്നു, അതുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ക്ലിനിക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു. ശരി, എറണാകുളത്ത് തുടങ്ങാം, തിരുവനന്തപുരത്ത് തുടങ്ങാം എന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് ഒരു ഈസ്റ്റ് പോർട്ടിൽ തുടങ്ങാം എന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ ഈസ്റ്റ് പോർട്ടിലോട്ട് പോയിട്ടുമില്ല, അവിടെ ഒന്നും കണ്ടിട്ടുമില്ല എങ്കിൽ നമുക്ക് തുടങ്ങാൻ പറ്റത്തില്ല. അത് ഒന്ന് അവിടെ വരെ പോകണം. ഒന്ന് അവിടെ വരെ പോയി അവിടെ എനിക്കുണ്ടോ എന്ന് നോക്കണം, ആരുടെ അടുത്തെങ്കിലും പറയണം, 1-2 കണ്ടു നോക്കണം. അങ്ങനെ നമ്മൾ ആക്ഷൻ എടുക്കുന്നത് വരെ ഒന്നും സംഭവിക്കത്തില്ല. സക്സസ്ഫുൾ പീപ്പിൾ ഓൾവേസ് ടേക്ക് ആക്ഷൻ. ക്വിറ്റ് വെയിറ്റിംഗ്, ഡു ഇറ്റ് നൗ. നമ്മൾ ശരി നാളെ പോ, പുള്ളി വരട്ടെ, അവര് വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യും. അത് എല്ലാവരും ചെയ്യാറുണ്ട്. നമുക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അപ്പോൾ നമ്മളത് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. നമ്മൾ ഉടനെ തന്നെ കാര്യങ്ങൾ ചെയ്യുക, ഉടനെ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പ്രോആക്ടിവിറ്റി ആൻഡ് ഇന്റലിജൻസ്. അത് നമുക്ക് വേണ്ട ഒരു ഇതാണ്. നമ്മളെപ്പോഴും റിയാക്റ്റീവായിട്ട് ഇരിക്കാതെ പ്രോആക്റ്റീവായിട്ട് ഇരിക്കുക, ആക്ഷൻ എടുക്കുക. Mental state, focus on what you desire to achieve and to do both long and short term. അതായത് നമുക്ക് എന്താണ് വേണ്ടത്? ഇപ്പൊ ഞാൻ പറഞ്ഞു ക്ലിനിക്ക് തുടങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തുടങ്ങണമെങ്കിൽ അതിനുവേണ്ടി ഇന്ന് ഞാൻ എന്ത് ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ ഈ 2 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം. ഇപ്പൊ 6 മാസത്തിന് ശേഷമാണ് തുടങ്ങുന്നത് എന്ന് വെച്ചു. അപ്പൊ 6 മാസത്തേക്കുള്ള ഒരു പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കണം. പക്ഷെ ആ 6 മാസം അത് തുടങ്ങണമെങ്കിൽ ഇന്ന് ഞാൻ എന്തെല്ലാം എടുക്കണം, ഈ ആഴ്ച എന്തെല്ലാം ജോലി കംപ്ലീറ്റ് ചെയ്യണം, അടുത്ത ആഴ്ച എന്തെല്ലാം കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 1 മന്തിൽ എന്തെല്ലാം ചെയ്താൽ നമുക്ക് 6 മന്ത്സ് കഴിഞ്ഞ് തുറക്കാം. അങ്ങനെ നമുക്ക് ഷോർട്ട് ടേമിലും ലോങ് ടേമിലും ഒരു ഇത് വേണം. ഓക്കെ, അടുത്തത് സ്റ്റാർട്ട് മേക്കിംഗ് വാല്യുബിൾ ഡിസിഷൻ, അപ്ലൈ മെന്റൽ ഫിൽറ്റേഴ്സ് ആൻഡ് കീപ് യുവർ എൻഡ് ഗോൾ ഇൻ മൈൻഡ്. അതായത് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് പല ഡിസിഷൻസ് വരും, പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കും. നമ്മൾ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങി തിരിച്ച് ചിന്തിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും പല കാര്യങ്ങളും നമുക്ക് വരുമോ, അങ്ങനെ ചെയ്താൽ അങ്ങനെ കൊള്ളാം, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കൊള്ളാം. അപ്പോഴായിരിക്കും നമുക്ക് ഒരെണ്ണത്തിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ശരി, അത് ക്ലാരിറ്റി ഉള്ള ഒരാളെ വിളിച്ച് ചോദിക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് വേറൊരു കാര്യം ഇങ്ങനെ ചെയ്താൽ ശരിയാകത്തില്ല, അപ്പൊ അത് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വരും. അപ്പൊ ആ മനസ്സിൽ വരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എഴുതി വെക്കാം. അതിനുശേഷം അപ്ലൈ മെന്റൽ ഫിൽറ്റേഴ്സ്. നമ്മൾ തന്നെ ഓക്കെ, അത് ശരിയാവില്ല, ഇത് ശരിയാവില്ല, മറ്റേ ശരിയാവില്ല. അപ്പൊ ഇതിൽ നമ്മൾ ഡിസൈഡ് ചെയ്തതിൽ പല കാര്യങ്ങളിൽ ചിലത് നമ്മൾ സെലക്ട് ചെയ്യുക. എന്റെ കേഴ്സർ ചില കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. അത് നമുക്ക് എന്നിട്ട് നമ്മളുടെ
എൻഡ് ഗോൾ നമ്മൾ മൈൻഡിൽ കണ്ടെത്തുക. പിന്നെ നമുക്ക് എല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റാറുണ്ട്, മണ്ടത്തരങ്ങൾ പറ്റാറുണ്ട്. അതൊക്കെ സംഭവിച്ചതാണ്, അതൊന്നും കുഴപ്പമില്ല. അതെല്ലാം എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. ഒന്ന് എല്ലാവർക്കും എല്ലാവരും പറയുന്നു, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി, ഞാനൊരു മണ്ടത്തരം ചെയ്തു. ശരിയാണ്, അത് പറ്റും. അത് പറ്റാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരു ഒരു ഒരു ഫെയിലുവേഴ്സ് ഉണ്ടായതിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്യുന്നത് പോലെ നമ്മൾ എത്ര പറഞ്ഞു തന്നാലും നമ്മൾ ലേൺ ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് ആ ഫെയിലുവേഴ്സ് ഉണ്ടായി എന്നുള്ളത് സത്യമാണ്, അതിൽ നമുക്ക് സങ്കടം വരും എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷെ എന്താ പറയുന്നത്, നമ്മൾ അതിൽ നിന്ന് ഒരു പാഠമുണ്ടല്ലോ, ആ പാഠം നമ്മൾ നന്നായിട്ട് പഠിക്കുക, അതിൽ നമ്മൾ സന്തോഷിക്കുക. ഓക്കെ, ഞാനത് ഇപ്പം നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കി. അപ്പം നമ്മളോട് തന്നെ ചോദിക്കുക, ബൈ ആസ്കിങ് യുവർ സെൽഫ് വാട്ട് യു ലേൺ ഫ്രം ദ എക്സ്പീരിയൻസ്. എന്താണ് നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത്? സ്റ്റോപ്പ് നെഗറ്റീവ് ടോക്ക് ഇൻ യുവർ മൈൻഡ്, നോ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമുക്ക് തന്നെ അറിയാം നമ്മളുടെ സ്ട്രെങ്ത് എന്താണ്. കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക, എൻ്റെ സ്ട്രെങ്ത് എന്താണ്? എൻ്റെ അല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും വീക്ക്നെസ് എന്താണ് എന്ന് ഒന്ന് ചിന്തിക്കുക. അത് എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. അപ്പോൾ എൻ്റെ വീക്ക്നെസ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവിടെ നമ്മളൊരു ബിഹേവിയറൽ ചേഞ്ചസ് വരുത്താൻ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ സ്വഭാവം മാറ്റുക എന്നുള്ള. സ്വഭാവം ഒന്നും ആ പാടെ റൂട്ടോടെ ഒന്നും മാറ്റാൻ പറ്റില്ല, എന്നാലും നമ്മൾ അതിനായിട്ട് ശ്രമിക്കുക. ലേൺ ഹൗ ടു കറക്റ്റ് യുവർ സെൽഫ്. ഓക്കെ, ഇതെന്റെ തെറ്റാണ്. കൂടുതൽ നമുക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തെറ്റുകളെ നമ്മൾ അംഗീകരിക്കത്തില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയാൻ നമ്മുടെ മനസ്സിനൊരു ബുദ്ധിമുട്ട് കാണും. എല്ലാവർക്കും കാണണമെന്നല്ല, എന്നാലും പൊതുവെ നമുക്ക് അങ്ങനെയാണ്. നമ്മളോട് തെറ്റ് ചെയ്താൽ നമ്മൾ അതിനെ ക്ലിയർ ചെയ്തുകൊണ്ടേയിരിക്കും. അത് അങ്ങനെ പറ്റിയത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറ്റിയത് എന്ന് പറഞ്ഞ് നമ്മൾ പറയും. അതിന് പകരം നമുക്ക് പറ്റിയത് പറ്റി, അതിൽ നിന്ന് ലേൺ ചെയ്യാനുള്ളത് ലേൺ ചെയ്യുക. പിന്നെ കറക്റ്റ് യുവർ സെൽഫ്, develop core competencies and that will help you to reach the goal. Be result focused. Okay, അപ്പോൾ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യുകയും നമ്മളുടെ ഇതെന്താണെന്ന് മനസ്സിലാക്കുകയും നമ്മൾ ഫോക്കസ് ഓറിയന്റഡ് ആയിട്ട് റിസൾട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പം നമുക്ക് എന്ത് വേണം എന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമ്മളെ തന്നെ ഒന്ന് ശരിയാക്കാനുണ്ട്. ആ ശരിയാക്കുക. അതിനുശേഷം നമ്മൾ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് എന്താണ് വേണ്ടത് അതിലോട്ട് പോവുക. Believing yourself is an attitude, choice of what to believe is up to you. Don't think that you are others. ഇതൊരു ആറ്റിറ്റ്യൂഡാണ്. ചില ആൾക്കാർക്ക് അവരിൽ ഭയങ്കര വിശ്വാസമായിരിക്കും, ചിലർക്ക് ഓവർ വിശ്വാസവും ഉണ്ട്, അതുകൊണ്ടെല്ലാം മണ്ടത്തരങ്ങളും കാണിച്ചു വയ്ക്കും, അത് വേറെ. അതല്ല, എന്നാലും ചില ആൾക്കാർക്ക് അവരുടെ കഴിവുകളിലും അവരുടെ ഇതിലുമൊക്കെ അവർക്കൊരു വിശ്വാസം കാണും. ആ കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം അതൊരു ആറ്റിറ്റ്യൂഡാണ്. സത്യത്തില് എല്ലാം അറിയുന്നത് കൊണ്ടല്ല. ഒരുപാട് സബ്ജക്ട് നോളജ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പം ബിലീവിങ്, നമ്മളിൽ വിശ്വസിക്കുക എന്നുള്ളത് അതൊരു ആറ്റിറ്റ്യൂഡാണ്. പിന്നെ നമുക്ക് ചോയ്സ് ഉണ്ട്, എന്ത് വേണം, എന്ത് നമുക്ക് ബിലീവ് ചെയ്യണം എന്നുള്ളതിൽ നമുക്ക് ഇത് ചെയ്യാം. പിന്നെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് ചിന്തിച്ചാൽ മറ്റുള്ളവർ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതിൽ നമ്മൾ വറി ചെയ്യാനേ പാടില്ല. അതായത് ഈ ഒരു ചെറിയ വയസ്സിലൊക്കെ, ഒരു 20s നമുക്ക് ഭയങ്കര ഇതാണ്. അയ്യോ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ഈ നല്ല സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് നമ്മുടെ മനസ്സിലാക്കുകയാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്നെ നല്ലതാന്ന് പറയുമായിരിക്കും. അതിപ്പോഴും കാണും. നമുക്ക് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും പറയാം, ഞാൻ ഇന്ന് ഇത് നന്നായിട്ട് ചെയ്തു എന്ന്. അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്നതാണ്, മനുഷ്യന്റെ ഒരു നീഡാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആഗ്രഹിക്കും. എന്നാൽ പോലും ഞാൻ പറയുന്നത്, മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാനായിട്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അവരെന്തെങ്കിലും ചിന്തിച്ചോട്ടെ. അപ്പോൾ നമ്മളൊരു സത്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ 20കളിൽ നമ്മൾ മനസ്സിലാക്കും, മറ്റുള്ളവർ എന്നെ പറ്റി എന്തൊക്കെയോ ചിന്തിക്കുമെന്ന്. ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും മറ്റുള്ളവർക്ക് അത്ര ചിന്തിക്കാനുള്ള സമയമൊന്നുമില്ല,
നമ്മളെ പറ്റി ചിന്തിക്കാൻ നമുക്ക് തന്നെ സമയമില്ല. പിന്നെ ഒരു 60കളാകുമ്പോഴാണ് മനുഷ്യർ മനസ്സിലാക്കുന്ന ആരും നമ്മളെ പറ്റി ഒന്നും ചിന്തിച്ചേ ഇല്ലായിരുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കണം. പിന്നെ നമുക്ക് പുറകോട്ട് പോയി ആ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ശരിയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ, എങ്ങനെയൊക്കെ പോയാലും ഒരു 25% ആൾക്കാർ നമ്മളെ കുറ്റം പറയുന്നവർ തന്നെയായിരിക്കും. അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു 75% ഓഫ് ആൾക്കാരുണ്ടായിരിക്കും. ആ ആൾക്കാരെ അവിടെ ഇട്ടിട്ട് നമ്മൾ ഈ 25% ഇങ്ങനെ നമ്മൾ ഇതാക്കുന്നില്ല, അല്ലെങ്കിൽ അവരെന്ത് പറയും, കുറച്ച് ആൾക്കാർ അങ്ങനെ പറയും, അത് ആ ലിസ്റ്റിലാണെന്ന് കരുതിയാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി. യു ഗെറ്റ് വാട്ട് യു എക്സ്പെക്ട്, ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഗോ ഫോർ. നമ്മൾ നമ്മളുടെ വിശ്വാസങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോവുക. ഫിയർ ബ്രിങ്സ് ഫെയിലുവർ, ഫെയ്ത്ത് ബ്രിങ്സ് സക്സസ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പല കാര്യങ്ങളും അറിയാവുന്ന ആൾക്കാർക്ക് അത് ചെയ്യാനുള്ള പേടി എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നത്. അത് വേണ്ട, കുട്ടി അവിടെ വിട്ട് പഠിപ്പിക്കാൻ പേടി, അല്ലെങ്കിൽ അവരെ ഫ്രണ്ട്സിന്റെ കൂടെ വിടാൻ പേടി, അല്ലെങ്കിൽ രാത്രി നമ്മൾ പുറത്തിറങ്ങാൻ പേടി. ഇതൊക്കെ നമ്മൾ അതും നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഇതാണ്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള പേടികളാണ്. പക്ഷെ ഈ പേടി കൊണ്ടാണ് നമ്മൾ ഫെയിലുവേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, പേടി കൊണ്ട് നമ്മൾ പല കാര്യങ്ങളിലും ഇറങ്ങിത്തിരിക്കാറ് തന്നെയില്ല. അപ്പം നമ്മളിൽ എപ്പോഴും ഒരു വിശ്വാസം വേണം. വിശ്വാസം ഉണ്ടെങ്കിലാണ് നമുക്ക് ഫെയ്ത്ത് ഉണ്ടാകുന്നത്. എല്ലാവർക്കും ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ആവും. ഇറ്റ് ഈസ് വിത്തിൻ ദ പവർ ഓഫ് എവറി മാൻ ടു ബിക്കം ഗ്രേറ്റ്, വെദർ യു ക്യാൻ ഓർ യു തിങ്ക് യു കാൻ. ഓക്കെ. അപ്പോൾ നമുക്ക് എല്ലാ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേപോലെയാണ്. എല്ലാവരും ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആകുന്നതും ഡിഫറെന്റ് ആയിട്ട് തിങ്കിങ് വരുന്നതും ഒക്കെ നമ്മൾ എവിടെ ജനിച്ചു, ഏത് വീട്ടിൽ വളർന്നു, നമ്മൾ ഏത് സ്കൂളിൽ പഠിച്ചു, എന്താണ് നമ്മുടെ തോട്ട്, എന്താണ് നമ്മുടെ പാരൻസിന്റെ തോട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ തോട്ട്, നമ്മൾ എന്ത് കണ്ടു വളർന്നു, നമ്മൾ എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്, ഏത് മതത്തിൽ വിശ്വസിക്കുന്നു, ഇതൊക്കെ അനുസരിച്ചിട്ട് നമ്മളെ ഒന്ന് ഇതാക്കിയെടുക്കും, ഷേപ്പ് ചെയ്തെടുക്കും. അപ്പോൾ എന്താണോ നിങ്ങളുടെ വിശ്വാസം, അതാണ് സത്യം. അതേ നടക്കൂ. ഇപ്പൊ ഇഫ് യു തിങ്ക് യു ക്യാൻ, യു ക്യാൻ. ഇഫ് യു തിങ്ക് യു കാണ്ട്, യു കാണ്ട്. നമ്മൾ വിചാരിക്കുന്നതാണ് സത്യം. അതിൽ നിന്ന് മറിച്ചൊന്നും നടക്കത്തില്ല. ഇപ്പോ ഒരു എത്ര കഴിവുള്ള ആളാണെങ്കിലും വിചാരിക്കുക എന്നെ കൊണ്ടത് പറ്റൂല എന്ന് വിചാരിച്ചാൽ ഇനി ആര് വന്ന് നിന്നാലും പുള്ളിയെ കൊണ്ടത് പറ്റത്തില്ല. അതേസമയം ഒരു കഴിവില്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റും എന്ന് വിചാരിച്ച്, കഴിവില്ലെങ്കിലെന്നല്ല, എല്ലാത്തിനും ആക്ഷൻ വേണം. ഞാനതൊരു വർത്താനത്തിൽ പറഞ്ഞതേ ഉള്ളൂ. എന്നാലും നമുക്ക് അതിനു വേണ്ടിയിട്ട് ഉള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിലാണ് എല്ലാത്തിനും നമുക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമ്മളിൽ വിശ്വസിക്കാൻ പഠിക്കുക. പിന്നെ വിഷ്വലൈസേഷൻ തന്നെ ഞാനൊരു ക്ലാസ് എടുത്തിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷ്വലൈസേഷൻ എങ്ങനെ ചെയ്യണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ തോട്ട്സിനൊരു ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞതുപോലെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി വേണം. നമ്മൾ കണ്ടിട്ടില്ലേ, ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ അവിടെ ക്ലിയർ ആയിട്ട് ആ ബിൽഡിങ് തീർന്നതിന് ശേഷം എങ്ങനെയായിരിക്കും ഇരിക്കുന്നതെന്നുള്ള ഒരു മിനിയേച്ചർ കാണും. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു എന്താ പറയുന്നത്, ഒരു വലിയ പിക്ചറൊക്കെ ഒട്ടിച്ച് വെച്ച് കാണും എന്ന് പറയുന്നത് പോലെ. അപ്പൊ അതിലോട്ട് വീണ്ടും നോക്കുമ്പോൾ ആ പണി കുറച്ചുകൂടെ എളുപ്പ പ്രോഗ്രസ് ആവും. എന്ന് പറയുന്ന പോലെ നമുക്ക് എന്താണോ ആകേണ്ടത്, എവിടെയാണോ എത്തിച്ചേരേണ്ടത്, അതിന്റെ ഒരു വിഷ്വലൈസേഷൻ ഉണ്ടെങ്കിൽ അതിന് നല്ല ക്ലാരിറ്റി വേണം. നമ്മൾ അത് ചിന്തിക്കുമ്പോഴത്തേക്ക് ക്ലിയർ ആയിരിക്കും. എത്രത്തോളം അത് ക്ലിയർ ആണോ അത്രത്തോളം പെട്ടെന്ന് നമുക്കത് സാധിച്ചെടുക്കാൻ പറ്റും. ആഡ് സൗണ്ട് ആൻഡ് ഫീലിംഗ് ടു ഇമേജ്, ആഡ് ഇമോഷൻ, ക്രിയേറ്റ് വിഷൻ ബോർഡ്സ്. അതായത് ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു NLP ടെക്നിക്കാണ്. നമുക്ക് വേണ്ടതായ ഒരു സാധനം, ഇപ്പൊ ക്ലിനിക്ക്, ഞാൻ അതിലാണല്ലോ ആദ്യമേ പറഞ്ഞു. ഇപ്പൊ ക്ലിനിക്ക് ട്രിവാൻഡ്രത്ത് നമ്മൾ ക്ലിനിക്ക് തുറക്കുന്നു, അവിടെ കുറെ പേര് വരുന്നു, അല്ലെങ്കിൽ അതൊക്കെ നമ്മളിങ്ങനെ കാണുക. ഇവൻ നമ്മൾ ആ കെട്ടിയിരിക്കുന്ന ബലൂൺ പോലും, അത് ഇനാഗുറേറ്റ് ചെയ്യുന്ന പോലും, നമ്മൾ മെഡിസിൻ അടുക്കി വെച്ചിരിക്കുന്ന പോലും, ഇതെല്ലാം നമ്മൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. അപ്പൊ അവിടെ ആൾക്കാർ നിൽക്കുന്നതും, അവിടെ അപ്പോൾ ഉള്ള മണവും അപ്പോൾ ഉള്ള സൗണ്ടും എല്ലാം നമുക്കിങ്ങനെ ക്ലിയർ ആയിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. വീണ്ടും ഇങ്ങനെ ക്ലിയർ ആയിട്ട് വിഷ്വലൈസ് ചെയ്യുമ്പം അത് നമ്മളിൽ സംഭവിക്കും. അതാണ് വിഷ്വലൈസേഷൻ്റെ ഒരു ടെക്നിക്ക്. ഞാൻ ഒരു ദിവസം വിഷ്വലൈസേഷൻ തന്നെ എടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻക്വയർ വിത്തിൻ, ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ, യു ക്യാൻ ഡെവലപ്പ് യുവർ ഇൻറ്റ്യൂഷൻ ത്രൂ മെഡിറ്റേഷൻ, പ്രാക്ടീസ് റെഗുലർ മെഡിറ്റേഷൻ. അത് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്.
അപ്പോൾ നമുക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവും. മിക്കപ്പോഴും നമുക്ക് ഇനി മെഡിറ്റേഷൻ ഒന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവും, പക്ഷെ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യത്തില്ല. മിക്കവാറും നമ്മൾ പറയത്തില്ലേ, എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു, അതെടുത്തില്ല, എന്തോ മറന്ന പോലെ തോന്നി. അങ്ങനെ തോന്നുമ്പോഴും നമ്മൾ അങ്ങ് വിട്ടിട്ട് പോകും. പക്ഷെ നമുക്ക് നമുക്ക് നമ്മുടെ ബ്രെയിൻ തരുന്ന ഒരു ഇൻറ്റ്യൂഷനാണ്, ഇന്നത് ചെയ്യുക, അല്ലെങ്കിൽ അതൊന്ന് നോക്ക്, ഇന്ന് നിങ്ങൾ പോകണം, ഇങ്ങനെയൊക്കെ നമുക്ക് തരും. അത് നമുക്ക് ശ്രദ്ധിക്കണമെങ്കിൽ മെഡിറ്റേഷൻ വേണം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് കുറച്ച് ഫോക്കസ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് തരുന്ന ഈ മെസ്സേജസ് സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ മൈൻഡിനെ ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡെയിലി ആക്ടിവിറ്റീസ് ഓഫ് എ പേഴ്സൺ ഹാവിങ് സക്സസ് മൈൻഡ് സെറ്റ്. നമുക്ക് ചില ദിവസേന ചെയ്യേണ്ട ചില ശീലങ്ങളും അതും നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ ഫിസിക്കലി എക്സസൈസ് ചെയ്യണം. അപ്പോൾ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നടക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ഒന്ന് മുറ്റത്ത് പോയി ഒന്ന് ഇരിക്കാൻ ശ്രമിക്കണം. നാളെ മുതൽ നടക്കാം. ഗ്രാജുവലി നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ഓപ്പർച്യൂണിറ്റി സ്പോട്ടിങ്, നമുക്ക് വേണ്ടിയത് എന്തുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എല്ലാ കാര്യവും എഴുതി വെക്കണം. നമുക്ക് പല നല്ല നല്ല തോട്ട്സ് ഒക്കെ വരും, പക്ഷെ അത് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അത് ശരിയാ എന്നൊക്കെ വിചാരിക്കും, പക്ഷെ അതങ്ങ് പോകും. എല്ലാം നമ്മൾ എഴുതി വെക്കണം. മാത്രമല്ല ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി വെക്കണം, ചെയ്യാത്ത കാര്യങ്ങൾ, ഇന്ന് വിട്ടുപോയ കാര്യങ്ങൾ എഴുതി വെക്കണം. അപ്പൊ എപ്പോഴും നമ്മൾ ആ എഴുതുന്ന ഒരു ശീലം നമുക്ക് വേണം. സെറ്റിംഗ് ഗോൾസ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, മോട്ടിവേഷൻ ഓഫ് സെൽഫ് അതും പറഞ്ഞതാണ്, റിഫ്ലക്ഷൻ, അപ്രീസിയേഷൻ. ഇനി നമ്മളെ ആരും അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് തന്നെ ഞാനത് ഓർത്തല്ലോ, കൊള്ളാമല്ലോ ഞാൻ എന്ന് പറഞ്ഞ് നമുക്ക് നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എഴുതിയൊക്കെ വെച്ച് കഴിയുമ്പോൾ എഴുതിയ കാര്യങ്ങളൊക്കെ ചെയ്തു, ഒരു 10 കാര്യങ്ങൾ എഴുതി, നാളെ ഇന്നതൊക്കെ ചെയ്യണം എന്ന് എഴുതി, ഓക്കെ അതെല്ലാം ചെയ്തു, 10 കാര്യങ്ങൾ തീർത്തല്ലേ, കൊള്ളാമല്ലോ, പിടിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാം. മറ്റുള്ളവരെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൽ ഒരു ലുബ്ധതയും കാണിക്കേണ്ട, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. അത് അവർക്കും അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരുപാട് ഗുണം ചെയ്യും. ആത്മാർത്ഥമായ അപ്രീസിയേഷൻ നമുക്കും ഗുണം ചെയ്യും. സെറ്റിംഗ് ഗോൾസ് 48ആയി. ഓക്കെ, അപ്പോൾ അടുത്തത് സ്റ്റേ ഫോക്കസ്ഡ് ഓൺ യുവർ കോർ ജീനിയസ്. നമുക്ക് എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എന്തിലാണ് നല്ലത് എന്നുള്ളത് നമുക്ക് അറിയാം. നമ്മൾ ഏറ്റവും നല്ലതാണ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഫീൽഡ് കാണും, നമുക്ക് എല്ലാവർക്കും കാണും. അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിൽ മാത്രം എന്ന് വെച്ചാൽ വേറെ എല്ലാം ഇട്ടിട്ട് അങ്ങനെ സന്യാസം പോലെ ഇരിക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഏരിയ ഏതാണെന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഇരുന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളുടെ എബിലിറ്റിയും ടാലന്റും എല്ലാം അതിലോട്ടിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുക. ഫോക്കസ് ഓൺ യുവർ കോർ ജീനിയസ്, യു എൻജോയ് ഡൂയിങ് ഇറ്റ്. അത് മാത്രമല്ല, നമ്മൾ എതിലാണ് ഗുഡ് എന്ന് നമുക്കറിയാമെങ്കിൽ അതിൽ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പം, അതിലൊരു ജോലി ചെയ്യുമ്പം, അതിനായിട്ട് നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിഷമം വരത്തില്ല. പക്ഷെ നമ്മൾ പല കാര്യങ്ങളും ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഒക്കെ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് ചെയ്യൂല ഇത് ചെയ്യൂല എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും നമ്മളുടെ ഒരു ഫോക്കസിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഉദ്ദേശത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പം നമ്മളുടെ കോർ ജീനിയസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് ചെയ്യുന്നു. അപ്രീസിയേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് കിട്ടുന്നതും സന്തോഷമാണ്, കൊടുക്കാനും നമ്മൾ എപ്പോഴും ഒരു പിശകും കാണിക്കരുത്. 3 ടൈപ്പ് അപ്രീസിയേഷൻ ഉണ്ട്: ഓഡിറ്ററി, വിഷ്വൽ, കിനെസ്തെറ്റിക്. അപ്പോൾ ഓഡിറ്ററിയിൽ എന്താണ്, നമ്മൾ പറയുക, ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ഇഷ്ടം, ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള അപ്രീസിയേഷൻ. ചിലർക്ക് അത് കേൾക്കുന്ന ഇഷ്ടമായിരിക്കും, നിങ്ങൾ അത് ചെയ്തു കേട്ടോ, വലിയ ഇതായി പോയി എന്ന് പറഞ്ഞ് കേൾക്കുന്നതായിരിക്കും ചിലർക്ക് ഇഷ്ടം. ചില ആൾക്കാർക്ക് വിഷ്വലായിട്ട് ഗ്രേറ്റ്, നിങ്ങളത് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ അപ്രീസിയേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള അവരുടെ ആക്ഷനുകളായിരിക്കും മറ്റുള്ളവർക്ക് ഇഷ്ടം, ചില ആൾക്കാർക്ക് ഇഷ്ടം. ചില ആൾക്കാർക്ക് ഫീൽ ഇറ്റ്, ഹാൻഡ് ഷേക്ക് കൊടുക്കുക, ഹഗ് ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും ഇഷ്ടം. നമ്മുടെ ക്ലാപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് തരത്തിലും വരും. കാര്യം എന്ന് വെച്ചാൽ ശബ്ദം കേൾക്കുകയും ചെയ്യും,
നമ്മൾ കൈകൊട്ടുന്ന അവർക്ക് കാണുകയും ചെയ്യും. വലിയൊരു സദസ്സ് നമ്മളെ നോക്കി കൈകൊട്ടുന്നത് കാണുമ്പോൾ നമുക്കതൊരു ഭയങ്കര അപ്രീസിയേഷൻ ആണ്. ഇപ്പോൾ ഈ പാട്ടുകാരൊക്കെ വന്ന് നിന്നിട്ട് നമ്മളാരും കൈകൊട്ടത്തില്ല, എന്നാലും അവർ പറയും അവർ തന്നെ ഇങ്ങനെ കൈകൊട്ടി നമ്മളെ കാണിക്കും. കാര്യം എന്ന് വെച്ചാൽ അത് റിസീവ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ് കിട്ടുന്നത്. ആ സ്റ്റേജിൽ വെച്ച് തന്നെ അവർ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പൊ അപ്രീസിയേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷമാണ്, കിട്ടുന്നവരുടെ മനസ്സിന് ഒരു സന്തോഷമാണ്. അപ്പോൾ ഇത് ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം. നമുക്ക് അടുത്തറിയുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം അവർ ഏത് ടൈപ്പാണെന്ന്. ഇപ്പൊ ഞാനൊരു ഓഡിറ്ററി പേഴ്സൺ ആണ്, എനിക്ക് എല്ലാം കേൾക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഈ ബുക്കുകളൊക്കെ വായിക്കുന്നതിനേക്കാളും ഓഡിയോ ബുക്സ് ആണ് ഇഷ്ടം. എല്ലാം ഓഡിറ്ററി പേഴ്സൺ ആണ് ഞാൻ. അപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് എനിക്ക് കിട്ടുന്നതെല്ലാം ഓഡിറ്ററിയിലായിട്ട് കിട്ടിയാൽ എനിക്ക് നല്ലതാണെന്ന് അവർക്കറിയാം. എന്ന് പറയുന്ന പോലെ നമ്മുടെ വീട്ടിലുള്ള ഓരോ ആൾക്കാർക്കും എങ്ങനെ കിട്ടിയാലായിരിക്കും അത് സന്തോഷം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ആ രീതിയിൽ കൊടുത്താൽ കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ട് അവരെ നമുക്ക് ഉപയോഗിക്കാനും നമുക്ക് നമ്മളുടെ അപ്രിസിയേഷൻ കൊടുക്കാനും സാധിക്കും. When in doubt, use all the three. നിങ്ങൾക്ക് ഇനി ഈ എന്ത് പേഴ്സൺ ആണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, ആവോ എന്ത് പേഴ്സൺ ആണെന്ന് ആർക്കറിയാം. ഓക്കെ, നിങ്ങൾ വാക്കുകൊണ്ട് പറയൂ, കൈകൊണ്ട് കാണിക്കൂ, ഓ ഗ്രേറ്റ് എന്ന് പറയൂ, കെട്ടിപ്പിടിക്കൂ, ഷേക്ക് ഹാൻഡ് കൊടുക്കൂ, എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷെ കൊടുക്കാതിരിക്കാൻ പറ്റും. പിന്നെ മാസ്റ്ററി ഓഫ് സ്കിൽസ് കൂടെ പറയാനുള്ള ടൈം ഉണ്ടോ? ഒരു 7 minutes ഉണ്ട്. ഇമോഷണൽ ഇന്റലിജൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഗോഡിങ് യുവർ ഇമോഷൻസ്. നമ്മളുടെ ഇമോഷൻ, അതായത് നമ്മളിപ്പോൾ കണ്ട ഭയങ്കര ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പല ഐക്യം ഉള്ള ആൾക്കാർക്കും ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടേ ഇല്ല. അങ്ങനെ വലിയ വിവരങ്ങളൊക്കെ ഉണ്ടായിരിക്കും. വിവരം എന്ന് പറയാൻ പറ്റത്തില്ല അതിന്, വലിയ അറിവുകൾ ഉണ്ടായിരിക്കും, പക്ഷെ വിവരമില്ല എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലാത്തതാണ് വലിയ ബുദ്ധിമുട്ട്. കാരണം അവർക്ക് എങ്ങനെ ആ സാഹചര്യങ്ങൾ ഇത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ ഫൈനാൻഷ്യൽ ഇന്റലിജൻസ്, ടൈം മാനേജ്മെന്റ്, ആക്സിലറേറ്റഡ് ലേണിംഗ്, ഇതാണ് നമ്മുടെ മാസ്റ്ററി ഓഫ് സ്കിൽസിന്റെ അടുത്ത്. ഇത് വേണമെങ്കിൽ ഇനിയും ഉണ്ട് ഒരുപാട് സ്ലൈഡ്സ്. നമ്മൾ അടുത്തൊരു ഇതായിട്ട് വെക്കാം അല്ലേ? അതായിരിക്കും നല്ലത്. അപ്പൊ മാസ്റ്ററി ഓഫ് സ്കിൽസ് മുതൽ ഞാൻ അടുത്ത ഇതായിട്ട് വെക്കും. ഓക്കെ, എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കൗൺസിലിംഗ് കിട്ടിയ പോലെയാണ് ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ശ്രീധരക്കുറുപ്പ് സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറ് സംസാരിക്കാം. സ്ക്രീൻ ഷെയറിംഗ് മാറ്റാം. ശ്രീധരക്കുറുപ്പ് സാറിന് സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അജിനി ഡോക്ടർ ഒന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഞാനാണോ ഹോസ്റ്റ്? ഇപ്പൊ കേക്കാവല്ലോ? ഇപ്പൊ കേക്കാം. ഡോക്ടർ അജിനി, എക്സലന്റ്, വളരെ നന്നായി. എൻ്റെ അഭിപ്രായത്തിൽ ഹോമിയോപ്പതി മാത്രം പഠിച്ചുകൊണ്ടായില്ല ഇങ്ങനെയുള്ള ക്ലാസ്സിൽ നിന്ന് അറ്റൻഡൻസ് 52 പേരെ ഉള്ളതിലും ഈ 52 പേർക്കും ഇത് വളരെയധികം പ്രയോജനപ്പെട്ടു. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ നമ്മൾ ജീവിതത്തിൽ മീൻ പിടിക്കാനല്ല, പഠിക്കാനാണ് പഠിപ്പിക്കുന്നത്, മീൻ മേടിച്ചു കൊടുക്കാനല്ല. അതുപോലെയുള്ളതൊക്കെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ, ഈ ഫോറം ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ താങ്ക്സ്, വളരെയധികം നന്ദി അതിന് പറയുന്നു. അത് പ്രത്യേകിച്ചും അജിനിയുടെ ഈ ക്ലാസ്, ഡോക്ടർ അജിനിയുടെ ക്ലാസ് വളരെ നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. വീണ്ടും പറയാണ്, എ ബിഗ് സല്യൂട്ട്. താങ്ക് യു വെരി മച്ച്. ഇനിയും വരിക ഇതുപോലെയുള്ള ക്ലാസ്സുകളിലും. അതുപോലെ തന്നെ ഇത് എല്ലാവരും കേട്ടോണ്ടായില്ല, ഇത് പ്രായോഗികമായിട്ട് ചെവി കൊണ്ടോ കേട്ടോണ്ടോ കണ്ടതുകൊണ്ടോ ആയില്ല, ഇത് പ്രാവർത്തികമാക്കണം. ആണെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇനി ആർക്കെങ്കിലും കാണും, ഇപ്പം സമയം 55 5 മിനിറ്റ് ഉണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ, അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. താങ്ക് യു, 1 and all. താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നന്ദി കുറുപ്പ് സാറേ. ഹരിഹരൻ ഡോക്ടർക്ക് സംസാരിക്കാം.
ഡോക്ടർ ശ്രീധരക്കുറിപ്പും അജിനിയൊക്കെ ഇതിനകത്ത് ഒത്തിരി പ്രാഗൽഭ്യമുള്ളവരാണ്. അവര് ഈ സൈക്കോളജിയും അതും ഇതും എല്ലാം പഠിച്ച് ഇതിനകത്തൊക്കെ മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ആയിട്ടിരിക്കുക. ഞങ്ങളെ പോലുള്ള ആൾക്കാർക്കൊന്നും ഇതിനകത്ത് എനിക്ക് അത്ര ഗ്രാഹ്യമില്ല. എന്നാലും അജിനി ഇപ്പൊ എടുത്ത ക്ലാസ് വെരി ഗുഡ്, ഫണ്ടാസ്റ്റിക് ആയിരിക്കുന്നു. അജിനി, എനിക്ക് ചില കാര്യങ്ങൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാറുണ്ട്. അത് ചുമ്മാ എനിക്ക് എപ്പോഴും അങ്ങനെ ചില കാര്യങ്ങൾ തോന്നാറുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, അജിനി പറഞ്ഞതെല്ലാം ശരിയാണ്. പക്ഷെ നമ്മള് സംസാരിക്കുമ്പോ വേറെ ഒരാളുമായിട്ട് ഇടപെടുമ്പോ യാതൊരു കാരണവശാലും നമ്മളെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ തുട്ടകോഴിയെ പറപ്പിച്ചു, ഞാൻ ചില ആൾക്കാർ സംസാരിക്കുമ്പോഴെപ്പോഴും ഈഗോ സെൻട്രിക് ആയിട്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് അട്ടർ ബോറിംഗ്. ആ വ്യക്തിയെ കുറിച്ച് അയാള് എപ്പോ സംസാരിച്ചാലും ഇങ്ങനെ സംസാരിക്കും. അങ്ങനെ ഒരു കൂട്ടരാണ് അത്. ആണോ അഞ്ജലി? ഒരു കൂട്ടരല്ല, എനിക്ക് ഒരുപാട് കൂട്ടരുണ്ടെന്ന് എനിക്ക് തോന്നും. മിക്കവാറും പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഞാൻ ഓർക്കും പഠിച്ചോനെ കേട്ട് മടുത്ത കാര്യങ്ങളാ. അതുപോലെ ചില ആൾക്കാരുണ്ട് ഈ തന്നെയും പിന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞു. ചർവിത ചർവണം അല്ലെ? അത് തന്നെ ആ വാക്കാണെന്നല്ലേ. ഞാൻ ഇന്ന സ്ഥലം 1946 ദുബായിലായിരുന്നപ്പോ, ഞാൻ ഇല്ലെങ്കിൽ 85 ലക്നൌവിലായിരുന്നപ്പോ ഇതിങ്ങനെ പറഞ്ഞാൽ നമ്മളെ കാണുമ്പോ പിന്നെ അത് പറയും. ഇത് തന്നെയായിരിക്കും അയാൾ അത് പറയുന്നത്. അങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്യും. കഴിയുന്നത്ര ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. പിന്നെ അതൊന്ന്. രണ്ടാമത് ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാല്, നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ചില രഹസ്യങ്ങളുണ്ട്. എല്ലാവർക്കും ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിചാരം. ആ രഹസ്യങ്ങള് ഒരിക്കലും അത് നമ്മളായിട്ട് തന്നെ അടിഞ്ഞു, അത് വേറെ ഒരാളുടെ ഒക്കെ റിവീൽ ചെയ്യും. അതുപോലെ നമ്മുടെ വീക്ക് പോയിന്റ്സ് എവിടാന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് വേറെ ഒരാള് മനസ്സിലാക്കും. അത് എനിക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പിന്നെ അടുത്ത ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡ്രസ് കോഡാണ്. ഡ്രസ് കോഡ് അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡോക്ടർ ക്ലിനിക്കിൽ ഇരിക്കുമ്പോ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് കൈ കഴുകി അങ്ങോട്ടേക്ക് ചെന്ന് രോഗിയെ നോക്കി മരുന്ന് ഈ മാക്സിയോ അങ്ങനെയുള്ള സാധനമായിരിക്കും ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ചെന്ന് മരുന്നും കൊടുത്ത് സ്ഥലം പിടിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതിന് ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ ആ ഡോക്ടർക്ക് ആയിട്ടുള്ള ഒരു ഡ്രസ് കോഡ് ഉണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് എനിക്ക് ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. എന്തായാലും വളരെ നന്നായിരുന്നു ആഞ്ജലിയുടെ ക്ലാസ്, നന്നായിരുന്നു. ഞാൻ റിയലി ഐ അപ്രീസിയേറ്റ് ചെയ്തു. ഇതെല്ലാം ഡോക്ടർ ശ്രീധരക്കുറുപ്പ് പറഞ്ഞ കണക്ക് ഇതൊക്കെ കേട്ടാൽ മാത്രം പോരാ, ജീവിതത്തിലും കൂടെ അനുവർത്തി. അതാണ് ഇച്ചിരി പാട്, എല്ലാം ഒന്ന് പാലിച്ചെടുക്കാൻ. അല്ല അഞ്ജലി, പാലിച്ചെടുക്കാൻ പറ്റി. പ്രോക്കാസ്റ്റിനേഷൻ നമുക്ക് ഉള്ളതാണ്. നമുക്കൊരു റൂബ്രിക് ഉണ്ട്, പ്രോക്കാസ്റ്റിനേഷൻ. ലൈക്കോപ്പൊഡിയുമാണ് അതിന്റെ പേര്. നാളെയാട്ടെ. നമ്മളില് പല ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കാര്യം നമുക്ക് തോന്നുന്നെങ്കിൽ ശുഭസ്യ ശീഘ്രം എന്നാണ് പറയുന്നത്. ശുഭസ്യ ശീഘ്രം, ശീഘ്രത്തിൽ ചെയ്താൽ അത് ശുഭമായിട്ട് തീരും. ഒരിക്കലും നെവർ പോസ്റ്റ്പോൺ ഇറ്റ്. അത് ഒരാളിനെ ഫോൺ ചെയ്യണമെന്ന് തോന്നിയാൽ അപ്പോഴത് ഫോൺ ചെയ്യും. ചില ആൾക്കാർ കാണാൻ മേലെ വീട്ടിൽ ഗ്യാസ് തീർന്നു, വൈഫ് എന്ന് പറയും ഗ്യാസ് തീർന്നു, അപ്പൊ അവിടെ തന്നെ അത് ബുക്ക് ചെയ്യണ്ടേ. അത് മൊബൈലിൽ ബുക്ക് ചെയ്യാം, അത് ആ വ്യക്തി അപ്പൊ ചെയ്യത്തില്ല. അവസാനം ഗ്യാസും തീർന്ന് 2 ദിവസം അടിയും നടന്നതിന് ശേഷം അടിയും നടക്കും. അടിയും നടന്നു കഴിഞ്ഞാല് sluggish by nature. അത് അങ്ങനെ അതിന് നമുക്ക് ഈ വെറ്ററിനറി മെഡിക്കൽ റൂബ്രിക് ഉണ്ട്. അത് ഈ അങ്ങനെ പല റൂബ്രിക്കുകളും നമ്മൾ ബെസ്റ്റ് മെഡിക്കൽ ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ അതെല്ലാം പറയാറുണ്ട്. അതുകൊണ്ട് വെരി ഗുഡ് ക്ലാസ്, നന്നായിരുന്നു. അജിനി, പിന്നെ ഒരു കാര്യം കൂടെ പറയാം. അജിനിയുടെ പാട്ട് മനോഹരമായി. ആ പാട്ട് പാടി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അജിനി ആ പാട്ടൊന്ന് പാടി. ഡോക്ടറിന് ചോദിക്കാനുള്ള കൂടെ ഏതായിരുന്നാലും വളരെ നന്നായിരുന്നു ക്ലാസ്. അതിലൊരു പ്രത്യേകത എന്താന്ന് വെച്ചിരുന്നാല്, ഡോക്ടറിനുള്ളൊരു പ്രത്യേകത,
നമ്മൾ ഏത് നല്ലത് കേട്ട് തീർന്നാലും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും പറ്റുന്നത് ഇതാണ്, ഈ പ്രയോഗത്തിന് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു പോകുമ്പോഴും അതിൻ്റെ ഇടയിലാണ് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വ്യക്തിത്വം പലപ്പോഴും വളരുന്നത്. നമ്മൾ അറിയത്തില്ല. ഒരു ഇത് ഞാനിന്ന് കേട്ട ഒരു വാക്യം ഇദ്ദേഹം പറയുന്നതാണ്. നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞ ഒരു വാക്കാണ്. അത് വയലിൻ മാസ്റ്ററായ ഈ നമ്മുടെ ബാലഭാസ്കർ പറയുന്ന ഒരു വാക്യം ഇതായിരുന്നു. അബ്ദുൽ കലാം പറയുമായിരുന്നു, സ്വപ്നങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവണം, പക്ഷേ സ്വപ്നങ്ങൾ ഉറങ്ങാനുള്ളതല്ല, സ്വപ്നങ്ങൾ നമ്മുടെ ഉറക്കം കെടുത്തുന്നതാവണം. സ്വപ്നങ്ങൾ നമ്മൾ എപ്പോഴും ഉറക്കം കെടുത്തുന്നതാവണം. അപ്പം അതാണ് യഥാർത്ഥ സ്വപ്നം എന്ന് പറയുന്നത്. അത് എന്നിട്ട് പുള്ളി പറഞ്ഞ ഇതാണ്, എൻ്റെ ജീവിതത്തിലൊരു ആഗ്രഹമുണ്ട്, എല്ലാവരും പറയണം ഞാനൊരു മ്യൂസിഷ്യൻ എന്ന് പറയുമ്പോൾ പിള്ളേർ പറയണം, ഇനി വരുന്ന ജനറേഷൻ പറയണം ബാലഭാസ്കറെ പോലെ വായിക്കണം എന്നുള്ളൊരു ആഗ്രഹം ആണ് പുള്ളി ജീവിതത്തിൽ ലക്ഷ്യമായിട്ട് കണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ വിധത്തിലും നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ നല്ലത് ആഗ്രഹത്തിലോട്ട് പ്രകാശത്തിലേക്ക് നോക്കി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ളവരും നമ്മളെ കാണുന്നവർക്കും ആ ഒരു മേഖലയിലോട്ട് വരാനായിട്ടുള്ളൊരു ഒരു താല്പര്യം ഉണ്ടാകും. അത് ഡോക്ടറുടെ കാര്യത്തിൽ വളരെ നല്ല രീതിയിൽ ഡോക്ടർ അത് പരിപാലിക്കുന്നു കാണുന്നുണ്ട്. ഏതാനും പാട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, എന്നാലും ഇതുവരെ ഇത് മൂടി വെച്ചല്ലോ എന്നുള്ളതിലൊരു പരാതിയേ ഉള്ളൂ. നമ്മൾ ഇന്നാള് ഒരു പ്രാവശ്യം ഇല്ലില്ല. നല്ല രീതിയിലൊന്നും പാടിയില്ല. നല്ല മനോഹരമായിട്ട് പാടി. നല്ല വോയിസും നല്ല നല്ല സിംഗിങ്, വോയിസ് ഉണ്ട്, നല്ല ഒരു റിഥമുണ്ട്. ഡോക്ടർ ഷാജി കുര്യാത്തൊക്കെ പാടിയപ്പോ ഞാൻ ഇപ്പോഴല്ല കഴിഞ്ഞ വർഷം. എന്നാലും അത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു പാട്ടുകളൊക്കെ എടുത്ത് പാടാൻ പറ്റുന്ന ഇതാണ്. ഇത്തിരി സംഗതികളൊക്കെ ഉള്ള പാട്ടൊക്കെ പാടാൻ പറ്റും. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു പാട്ട് വോളിയം കുറഞ്ഞത്. പിന്നെ വേറെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, അജിനി, ഈ ചില നെഗറ്റീവ് പേഴ്സണാലിറ്റീസ് ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഈ നെഗറ്റീവ് പേഴ്സണാലിറ്റീസുമായിട്ട് യാതൊരു വിധമായ ബന്ധങ്ങളും അത് ഞാൻ പുറകെ ഉണ്ട്. അത് നെഗറ്റീവ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അഡ്വക്കേറ്റുമായിട്ട് ബന്ധപ്പെട്ടു. ഞാൻ അബദ്ധക്കാരനായി. കാര്യം എന്താണെന്ന് വെച്ചാൽ അയാൾ പറയുന്നത് മുഴുവൻ നെഗറ്റീവാണ്. നെഗറ്റീവാണ് അയാളുടെ മനസ്സ് മുഴുവൻ. അങ്ങനത്തെ ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനല്ല, ഒരു ചെറിയ പോസിറ്റീവായിട്ട് ഒരാളിൽ കണ്ടാൽ അത് അണുവോളമില്ലെങ്കിലും ആണെങ്കിലും അത് ഗംഭീരമായിട്ട് നമ്മൾ പ്രൈസ് ചെയ്യണം. അപ്പോഴുണ്ടല്ലോ ചെറിയ ആൾക്കാർക്ക് പോലും ഭയങ്കര പോസിറ്റീവ് മൈൻഡ് ആയിരിക്കും. ചില എഡ്യൂക്കേറ്റഡ് ഒന്നും ആയിരിക്കത്തില്ല, പക്ഷെ അവർക്ക് ആ നല്ല ഒരു പോസിറ്റീവ് മൈൻഡാണ്. നമ്മൾ ചില ആൾക്കാരൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അവരുടെ ആ വിശ്വാസത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇംപ്രഷൻ തോന്നും. എങ്ങനെ അവർക്ക് അങ്ങനെ പറ്റുന്നു എന്നുള്ളത് ഒരു വല്ലാത്തൊരു. അപ്പൊ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടമാണ്. അവർ വളരും, അവരുടെ ആ പോസിറ്റിവിറ്റി വളരും. അതൊക്കെ ചെയ്യണം, അതൊക്കെ സമൂഹത്തിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ ടൈം ആകുന്നെന്ന് തോന്നുന്നു അല്ലേ? എന്നിട്ടൊരു പാട്ടും എന്താ അഞ്ജലിയുടെ പാട്ട് കേട്ട് നമുക്ക് നന്ദി സ്വീകരിച്ചു. അവര് ഞാൻ തന്നതിനെ സ്വീകരിച്ചു, ഞങ്ങളിതാ പോകുന്നേ. ആ പാട്ടെല്ലാം ഒന്നും കൂടെ പാടാം. ആ വരിയാകുമ്പോ എനിക്ക് ഇഷ്ടമുള്ള, അതുകൊണ്ടായിരിക്കും ചിലപ്പോ നിങ്ങക്ക് നന്നായിട്ട് തോന്നി. വൈരം പതിക്കുന്നുവോ, അത്രയോ അറിയത്തുള്ളൂ അതില്. പിന്നെ പറഞ്ഞത് മഞ്ഞിന്റെ ചുംബനം കൊണ്ട് ഒരു പൂവിൻ കവിൾ തൊടുത്തു. അത് നാഥാ നിൻ കാലച്ച കേൾക്കുവാന്റെ ഇടയിലുള്ള ഒരു ലൈനാ അത്. ഈ ലൈനാണ് എന്നെ അട്രാക്ട് ചെയ്തത്. ആ നേരിയ മഞ്ഞിന്റെ ചുംബനം കൊണ്ടൊരു പൂവിൻ കവിൾ തൊടുത്തു എന്ന് പറയുമ്പോ അതിനൊരു ഭയങ്കര ഒരു ഭംഗിയില്ലേ, ഒരു ഭയങ്കര ഒരു നേരിയ മഞ്ഞിന്റെ ചുംബനം കൊണ്ടൊരു പൂവിൻ കവിൾ തൊടുത്തു. അതുപോലെ ആ പാട്ടും പുൽവെളി തന്നിൽ പനിത്തുളി ഉണ്ട് തൂங்குത് പാരമ്മാ, அதை சூரியன் வந்து
செல்லமாய் கிள்ளி எழுப்பது ஏனம்மா இதயம் பறவை போலாகுமா பறந்தாய் வானமே போதுமா நான் புல்லில் உறங்கவா இல்லை பூவில் இறங்கவா. വെരി 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 ഗുഡ് വെരി വെരി നല്ലൊരു പാട്ടാണ്. അജിനി പടം വരയ്ക്കോ? അജിനി പടം വരയ്ക്കോ? ഇല്ല, പടം വരയ്ക്കൂല. പടം വരയ്ക്കുക, വായിക്കുക, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റൂല. ബുക്കിലോട്ട് നോക്കിയിരുന്ന് വായിക്കണം, പടം വരയ്ക്കണം, ഇതൊക്കെ ഇച്ചിരി പാടാ. കേക്കുക, പടം നമ്മുടെ റെക്കോർഡിലൊക്കെ പടമൊക്കെ വരച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരു കാര്യം കണ്ട് പടം വരയ്ക്കാനുള്ള കഴിവില്ല. നന്ദി ഡോക്ടർ. ആർട്ടിസ്റ്റിക് പേഴ്സണാലിറ്റി ആണോന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ. നമുക്ക് ഏതായാലും വളരെ വളരെ നല്ലൊരു ക്ലാസ്. അത് കിട്ടിയില്ലെങ്കിൽ നഷ്ടമായി പോകുമായിരുന്നു എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ലൊരു ക്ലാസ് ആണ് നമുക്കിന്ന് കിട്ടിയത്. അജിനി ഡോക്ടറോട് അതിന് വളരെ വളരെ നന്ദി പറയുകയാണ്. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല ക്ലാസ്സുമായിട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയും കൂടെയാണ്. അങ്ങനെ സമയം പോയോണ്ട് മാത്രം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ കാണും. താങ്ക് യു. ഇതില് ലാലു വർഗീസ്, ഡോക്ടർ ലാലു വർഗീസ്, യാദവ്, ഡോക്ടർ യാദവ്, വന്ദന, ഇവർക്ക് എല്ലാവർക്കും താങ്ക് യു.